ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? ഞാനിത് പറഞ്ഞതിന് എനിക്ക് ഭീഷണി, ഒട്ടാകെ ഭീഷണി. ഇവർ ഭീകരവാദികളല്ലേ, നിയമപാലകന്മാർ, ഉദ്യോഗസ്ഥന്മാർ. ഞാൻ പറയുന്ന വിഷയങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാവും. ഞാൻ ചോദിക്കട്ടെ, ഈ നാട് കാണിയിൽ രാത്രി വന്നിട്ട് പാതിരക്ക് വന്ന് ഖബർ പൊളിച്ചു. ആ ഖബർ പൊളിച്ചിട്ട് പിറ്റേ ദിവസം നേരം വെളുത്താൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാകാൻ വേറെ എന്തെങ്കിലും വേണോ? നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേറെ എന്തെങ്കിലും വേണോ? എല്ലാ ആളുകളും മറ്റുള്ള മതക്കാരെ സംശയിക്കൂലേ? ഈ കപടന്മാരെടുത്ത പണിയാണെന്ന് മനസ്സിലാവൂ. ഈ നാട് കുട്ടിച്ചോറാവും ഈ മുജാഹിദ് മൗലവിമാരോട് പ്രവർത്തിച്ചാൽ. ഞാൻ പറയട്ടെ, പൊളിച്ചവനെ അറസ്റ്റ് ചെയ്താൽ പോരാ, ഇസ്ലാഹ് പത്രത്തിന്റെ, ഇസ്ലാഹ് മാസികയുടെ ഓഫീസ് കണ്ടുകെട്ടണം, മൗലവിമാരെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം. അവരാണ് ഇത് പ്രചോദനം നൽകിയത്. ഖബർ പൊളിക്കാൻ പ്രചോദനം നൽകിയത്, കൊല്ലാൻ പ്രചോദനം നൽകിയത് മൗലവിമാരാണ്. ഒന്നും രണ്ടുമല്ല. ഞാൻ ഓരോന്നോരോന്നിന് ഇൻഷാ അല്ലാഹ് മൗലവിമാരെ നാവിലൂടെ കേൾപ്പിച്ചു തരാ. ശരിക്കും ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം ഈ വിഷയം. ഇതെന്തൊരു ഭീകരവാദികളാണ് ഇവർ. നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. ഒരൊറ്റ ഖബറും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്നല്ലേ പറയുന്നത്? എന്നാൽ മൗലവിക്ക് ഞാൻ ശരിക്കങ്ങ് പഠിപ്പിച്ചു, നാദാപുരത്തുനിന്ന് ഓരോന്നോരോന്നങ്ങ് പഠിപ്പിച്ചു. അപ്പൊ ഇപ്പൊ മൂപ്പര് വന്നിട്ട് എനിക്ക് ഭീഷണി. എന്നാ ഭീഷണി അറിയോ? മൂപ്പര് പറയുന്നത്, ഞാനേ ജൂതന്മാര് ഇവിടെ അകർപ്പാടാണ്, ജാറുണ്ടാക്കല്, അതുപോലെ തന്നെ എന്നൊക്കെ പറയുമ്പോ പേരോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ച ഖുബ്ബ ഇങ്ങനെ കാണിച്ചിട്ട് ആളുകളോട് ചോദിക്കുന്നു, ഈ ഖബർ ജൂതന്റെതാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ അവിടെ കിടക്കുന്ന ജൂതനാണെന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഭീഷണി. എന്നാ പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞതും. മൗലവി പറഞ്ഞു ജൂതന്മാരുടെ നടപടിയാണ് ജാറമുണ്ടാക്കൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മദീനത്തെ ജാറം കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് ജൂതന്മാരുടേതാണോ? ജൂതന്മാരുടെ നടപടിയാണെങ്കിൽ അത് ഉണ്ടാക്കിയ ജൂതന്മാരായിരിക്കണമല്ലോ. അപ്പൊ മദീനയിൽ അള്ളാന്റെ റസൂലിന്റെ ശേഷം, സഹാബത്തിന്റെ ശേഷം മദീനയെ കുറെ ജൂതന്മാര് ഭരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും മദീനയിലെ സംരക്ഷിക്കുന്ന ജൂതന്മാരാണോ? അവിടെ പോകുന്ന ജൂതന്മാരാണോ? അങ്ങനെ ആ നിലയ്ക്ക് ഞാൻ ചോദിച്ചു, ഇത് ജൂതന്മാരുടേതാണോ? പറയണം മറുപടി മൗലവി എന്ന് പറഞ്ഞു. ഞാൻ അതിന് മൗലവിക്ക് എന്നോട് ദേഷ്യം. കാരണം സാധാരണക്കാർക്ക് ഇത് പിടുത്തം കിട്ടുമല്ലോ, ഇത് മൗലവിമാരെ തട്ടിപ്പ് ഓരോന്നോരോന്ന് വെളിച്ചെത്താകുന്നുണ്ടല്ലോ. അതിന് എനിക്ക് ഭീഷണി. നിർത്തുന്നതാ നല്ലത് എന്നോട്. അതൊന്ന് കേട്ടോളിങ്ങൾ. അതും ഈ തട്ടിപ്പിലൂടെ ജൂതന്മാരുടേതാണോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്ന വാചകം നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോ. ജൂതന്മാരുടേതാണോ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നു, മദീനത്തെ പള്ളിയോടനുബന്ധിച്ചുള്ള ജാറം ജൂതന്മാരതാണോ മൗലവി? അത് മൗലവി എന്ത് ചെയ്തോ? മൗലവി എന്ന് പറഞ്ഞാൽ അട്ടിമറിയുടെ വലിയ മുട്ടിമറിക്കാരനാണ്. ഒക്കെ അട്ടിമറിക്കലാ മൂപ്പരുടെ പരിപാടി. അങ്ങനെ മറുപടി കിട്ടൂലെങ്കിൽ മൂപ്പർ ചോദ്യം ഒന്ന് അട്ടിമറിക്കും. എന്നിട്ട് അട്ടിമറിച്ചു ചോദിക്കും. ഞാൻ നേർക്ക് നേരെ പറഞ്ഞ മറുപടി ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് മൂപ്പര് പറയും, ആ പേരോട് അട്ടിമറിച്ചു കളഞ്ഞു എന്ന് പറയും. അത് അയാൾ അട്ടിമറിച്ച സ്ഥലത്ത് അത് പറയാ. മൂപ്പര് കളവ് പറയുമ്പോ പ്രത്യേകം പറയും, കൃത്യമായി പറയട്ടെ എന്ന് പറയും. എന്നാൽ കളവാന്ന് ഉറപ്പായിരിക്കും. കളവാണ് ഉറപ്പുള്ളത് പറയുമ്പോ കൃത്യമായി മനസ്സിലാക്കണം എന്നിട്ടാ പറയാ. പച്ചക്കള്ളം പറയുന്നുണ്ടെങ്കിൽ വളരെ സത്യമാണ് എന്ന് പറയും. മൗലവിന്റെ സ്വഭാവമാണ്. അങ്ങനത്തെ ഒരു തട്ടിപ്പേരനായി മൗലവി. ആ മൗലവി അയാൾ എടി എത്തുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒന്ന് കേട്ടോളി. മൗലവി എന്നെ ഭീഷണിപ്പെടുത്തി നോക്കോളി. ഏതാണ് ഒരു തട്ടിപ്പും? ജൂതന്റേതാണോ എന്ന് ഞാൻ ചോദിച്ചു. വെച്ചുകൊടുത്തവനെ ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, ഒരു മിനിറ്റ് ഇപ്പൊ ആദ്യം തന്നെ പറയുന്നൊരു വാചകം കേട്ടുങ്ങൾ. ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, ഞാൻ മൗലവിമാരോട് ചോദിക്കുന്നു, ഖബർ പൊളിക്കണം എന്ന ഹദീസ് എവിടെ? ബുഖാരിയിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? ആ ഹദീസ് എവിടെ? പച്ചക്കള്ളം പറയാൻ വെക്കുമോനെ. ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ, അതല്ലെങ്കിൽ ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും ആരാധന നടത്തലും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലിപ്പങ്ങ് കൽപ്പിച്ചിട്ട് മൂപ്പര് ചോദിക്കുന്നു, അതാ ഈ ജാറം ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ മൗലവി? ഇത് ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ? ആ വക ആ രൂപത്തിലുള്ള ചപ്പടാച്ചിയുണ്ടല്ലോ, മാന്യമായ ഭാഷയിൽ പേരോടിനോട് പറയുന്നു, അത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മാനമായ ഭാഷയിൽ സർവ്വ മൗലവിമാരോടും ഞാൻ പറയുന്നു, ഞങ്ങളുടെ നേതാവിന്റെ ജാറത്തെക്കുറിച്ച്, ഞങ്ങളുടെ നേതാക്കന്മാരുടെ ജാറത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 4 മാത്രമേ ഇപ്പൊ ഉള്ളിലുള്ളൂ. സർവ്വ മൗലവിമാരും ഉള്ളിലായിരിക്കും. കാത്തു സൂക്ഷിച്ചോളണം. ഞങ്ങൾ മിണ്ടാതിരിക്കണം അല്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ? ഞാൻ എന്റെ നാദാപുരത്തെ പ്രസംഗത്തിൽ വായിച്ചു പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരുടെ ഖബറിന്റെ സമീപത്ത്
ഖുബ്ബ പണിയൽ പുണ്യമാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇമാം റംലി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഖബറുകളുടെ അടുക്കൽ ഖുബ്ബ പണിയുന്നത്, ജാറം പണിയുന്നത് പുണ്യകർമ്മമാണ്. വസമില അദമുൽ മഅസിയത്തിൽ ഖുർബത, അത് ഖുർബത്താണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച് ഇമാമിങ്ങൾ പറഞ്ഞു. ഞാൻ നാദാപുരത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ CD ഇറങ്ങുമ്പോൾ ഞാൻ അതിലത് കേറ്റിക്കോളാം. അതുപോലെ ഖുബ്ബ പാടില്ല, ജാറം പാടില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആരാ? അത് മുജാഹിദികളാ. അള്ളയും പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല, ഒരു സഹാബിയും പറഞ്ഞിട്ടില്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങളൊക്കെ എന്താ പറഞ്ഞത്? ഞാൻ നോക്കി വായിക്കാം. ഖുബ്ബ പറ്റൂല എന്നാ പറഞ്ഞത്. ഖുബ്ബ പുണ്യാണ് എന്നാ പറഞ്ഞു. മഹാന്മാരെ മഖബറയിൽ ഖുബ്ബ ഉണ്ടാക്കലും ബിൽഡിംഗ് ഉണ്ടാക്കലും പുണ്യമാണ് എന്നാ പറഞ്ഞു. കേട്ടോ, ഷാഫി മദ്ഹബിലെ ഏറ്റവും മുഅ്തബറായ കിതാബ് തുഹ്ഫ നിഹായ, രണ്ടും നോക്കിക്കോ. ഞാൻ നിഹായ നോക്കി വായിക്കാം. കേട്ടോ എന്താ എഴുതിയത്? വസിയ്യത്ത് ചെയ്താൽ ആ വസിയ്യത്ത് പാലിക്കൽ നിർബന്ധമാണ്. എന്നാൽ തെറ്റായ കാര്യത്തിന് വസിയ്യത്ത് ചെയ്താൽ പാലിക്കേണ്ടതില്ല. പുണ്യകരമായ കാര്യത്തിന് വസിയ്യത്ത് ചെയ്താലോ എന്നാൽ അത് പാലിക്കണം. അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയാൻ വസമില അദമുൽ മഅസിയത്തി അൽ ഖുർബത, തെറ്റല്ലാത്ത കാര്യമായിരിക്കണം വസിയ്യത്തിന്റെ സംഗതി. അതിലെന്ത് പെട്ടു? അൽ ഖുർബത, അൽ ഖുർബത, ഖുർബത്ത് പെട്ടു. പുണ്യകർമ്മം ഏതുപോലെ? കഇമാറത്തിൽ മസാജിദി, പള്ളി ഇമാറത്ത് ചെയ്യും പോലെ. പള്ളി ഇമാറത്തിൽ പള്ളി ഉണ്ടാക്കലും അത് പരിപാലിക്കലും ഒക്കെ പുണ്യകരമാണ്. ഇനി പിന്നീട് വിശദീകരിച്ചിട്ട് പറയാൻ അതുപോലെ വഖുബൂരിൽ അംബിയാഇ, അംബിയാക്കളുടെ ഖബറുകൾ, അംബിയാക്കളുടെ ഖബറുകൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തലും പരിപാലിക്കലും പുണ്യകർമ്മമാണ്. നിർമ്മാണ പ്രവർത്തനം എവിടുന്ന ഉസ്താദെ അർത്ഥം കിട്ടിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് അത് ഞാൻ കേൾപ്പിച്ചു തരും. ഈ കിതാബിനെ നോക്കി വായിച്ച് കേൾപ്പിച്ചു തരും. വൽ ഉലമാഇ, ആലിമീങ്ങളെ ഖബറും, വസ്സാലിഹീന, സജ്ജനങ്ങളുടെ ഖബറും അത് ഇമാറത്ത് ചെയ്യൽ പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. ലിമാ ഫീ ദാലിക, അങ്ങനെ ചെയ്യുന്നതിൽ ഉള്ളതിന് വേണ്ടി. എന്താ ഉള്ളത്? മിൻ ഇഹ്യാഇ സിയാറത്തി വതബറുകി ബിഹാ, ആ മഹാന്മാരുടെ ഖബർ സജീവമാക്കലും മഹാന്മാരുടെ ഖബർ കൊണ്ട് ബറക്കത്തെടുക്കലും ഇങ്ങനെ മഹാന്മാരുടെ ഖബർ പരിപാലിക്കുന്നത് കൊണ്ട് ഉണ്ടാകും. അതിനാൽ പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. എന്താണ് ഈ ഇമാറത്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ? വലഅന്നൽ മുറാദ ബിഹി, പരിപാലനം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം كما قاله صاحب الذخائر وأشعر به كلام الإحياء في أوائل كتاب الحج وكلامه في الوسيط في زكاة النقد يشير إليه. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ദഖായിറിന്റെ മുസന്നിഫും ഇഹ്യയിലും വസീത്തിലും ഒക്കെ പറഞ്ഞ വാചകങ്ങൾ ചൂണ്ടുന്നതും അറിയിക്കുന്നതും പോലെ എന്താണ് മഹാന്മാരുടെ ഖബർ ഇമാറത്തിയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അൻതുബന അലാ ഖുബൂരിഹിമുൽ ഖിബാബ്, അവരുടെ മഖ്ബറകളുടെ മേൽ ഖുബ്ബകൾ പണിയലാണ്. വൽ ഖനാതിർ, കെട്ടിടങ്ങൾ പണിയലാണ്. എന്ത് കെട്ടിടം? സിയാറത്ത് ചെയ്യാനുള്ള ആളുകൾക്ക് സൗകര്യത്തിൽ. അങ്ങനെ മഹാന്മാരുടെ മഖ്ബറകളിൽ ഖുബ്ബ പണിയലും കെട്ടിടം പണിയലും അത് പുണ്യകർമ്മമാണ്, പുണ്യകർമ്മമാണ്. ശാഫിഈ മദ്ഹബിലെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിന്റെ ശറഹ് ബഹുമാനപ്പെട്ട ഇമാം ജമാലുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു കമാ യുഫ്അലു ഫിൽ മസാഹിദി, മഹാന്മാരുടെ മഖ്ബറകളിൽ നടന്നു വരുന്നത് പോലെ ചെയ്യപ്പെടുന്നത് പോലെ. എപ്പോ ഇദാ കാന ദഫ്നു ഫീ മവാദിഅ മംലൂകത്തിൻ ലഹും, ആ മഹാന്മാരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് മറവ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഔ ലിമൻ ദഫനഹും ഫീഹാ, അല്ലെങ്കിൽ അവിടെ മറവ് ചെയ്യുന്ന ആളുകളുടെ ഭൂമിയിൽ ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമിയിലാണ് മറവ് ചെയ്യുന്നതെങ്കിൽ ലാ ബിനാഉൽ ഖുബൂരി നഫ്സിഹാ ലിന്നഹി അൻഹു, നേരെ മറിച്ച് ഖബറിന്റെ തടി അത് കെട്ടുക എന്നത് അല്ല. അപ്പൊ മഹാന്മാരുടെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിയലും കെട്ടിടം പണിയലും പുണ്യകർമ്മമാണ് എന്നാ ഇമാം ഗസാലി റളിയല്ലാഹു പറഞ്ഞത്. അതാണ് ഇമാം റംലി പറഞ്ഞത്, അതാണ് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ എല്ലാ ഇമാമിങ്ങളും പറയുന്നു ഖുബ്ബ പണിയൽ ജാറം പണിയൽ അത് പുണ്യകർമ്മമാണ്. അടുത്തത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ കണ്ടില്ലേ? വർഗം എന്നല്ലേ പറഞ്ഞു റസൂലുള്ളാഹിനെ പറ്റി. എന്തുകൊണ്ട്? മസ്ജിദുൽ ഖൈഫിൽ അമ്പിയാക്കളെ ഖബറുണ്ട് എന്ന് പറഞ്ഞ വകയിൽ. എന്നാൽ ഇവര് തന്നെ ഇസ്ലാഹിലെ രീതിയെ ഞാൻ നേരത്തെ ഞാൻ കാണിച്ചില്ലേ? മറുപടി പറയുന്നില്ല മൗലവിമാര്. ഇനി എന്ത് വെക്കണോ? ഞാൻ മദീനത്തെ പച്ചക്കുബ്ബുള്ള ജാറം
കാണിച്ചു കൊടുത്തപ്പോ മൗലവിക്ക് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ അനുയായികളെ മുന്നിൽ? മൗലവി പറയാണ്, മദീനത്തെവിടെയാ ജാറം? എങ്ങനെ മദീനത്തെവിടെയാ ജാറോന്ന് ഒരു ഉളുപ്പുമില്ലാണ്ട് ചോദിക്കാണ്. മദീനത്തെവിടെയാ ജാറം? ഞാനൊരു നാദാപുരത്തുനിന്ന് കേൾപ്പിച്ചിട്ട് എന്റെ പുതിയ CD ഇൻഷാ അല്ലാഹ് 2 ദിവസം കൊണ്ട് ഇറങ്ങും. അത് കേൾക്കാം. അതിന്റെ പേര് സത്യത്തിന്റെ മുന്നേറ്റം സലഫിയുടെ പിന്മാറ്റം എന്നാണ്. അതിൽ നിങ്ങൾക്ക് കാണാൻ ഒരു ഭാഗം ഞാനിപ്പോ കേൾപ്പിച്ചു തരാം. മൗലവി ചോദിക്കുന്നത് എന്ത്? മദീനത്തെവിടെയാ ജാറോ? അപ്പൊ ഞാൻ ജാറ മൂപ്പരെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേൾപ്പിച്ചു കൊടുത്താ മോനെ. കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം, മദീനയിലൂടെയാ ജാറോ? മദീനയിൽ ജാറുണ്ടോ? മുജാഹിദികളോട്. മുജാഹിദികളെ ഇല്ലേ? മൗലവി നോക്ക് നോക്ക് നോക്ക്, എവിടെ ജാറോന്നോ? നോക്ക് മൗലവി, നോക്ക് ജാറം, നോക്ക് പച്ചക്കുബ നോക്ക്. ഇനി മൗലവിന്റെ കഥ കേൾക്കണോ? മൗലവി എന്നാ എന്റെ മുന്നിൽ സമ്മതിക്കുന്നത് കേട്ടോ, ജാറാണ് ഇത് വെച്ചു കൊടുക്കുവാനെ. നിങ്ങൾ കാണിക്കുന്ന ഒരു കുബ്ബ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരുണ്ടാക്കിയതാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. കേട്ടോ, നിങ്ങൾ കാണിക്കുന്ന ഒരു കുബ്ബ അവിടെ അതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നു. അതിന്റെ പേരാ മൗലവി ജാറം. മനസ്സിലായില്ലേ? ഇതാ നാദാപുരം കണ്ണനം. എല്ലാവരും കേട്ടു നോക്കണം. മുജാഹിദികൾ ഈ പ്രസംഗം എന്റെ CD കേൾക്കൂല, വെറും മൗലവിന്റെ CD കേട്ട് നടക്കും. കേട്ടു നോക്കണം, നാദാപുരം CD കേട്ടു നോക്കണം. ഇവരെ സ്വഭാവം എന്താ അറിയോ? കണ്ണും ചിന്നി കളവ് അറിയാം. ഈ ഒസങ്കര സംവാദത്തിൽ ഞാൻ ഇമാം ബുഖാരി കിതാബ് അദബുൽ മുഫ്രദിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാ മുഹമ്മദ് എന്ന് വിളിച്ചത്, റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് ഞാനെടുത്ത് ഉദ്ധരിച്ചു. അതിപ്പോ സമയമില്ല, വെച്ചു കൊടുക്കാൻ കഴിയോ? ഒന്ന് വെച്ചു കൊടുത്തേ. ഇമാം ബുഖാരി പ്രത്യേകം ഒരു ബാബ് കൊടുത്തുകൊണ്ട് ഒരു അധ്യായം കൊടുക്കുകയാണ്. എന്താണ് അധ്യായം? ഒരാൾ പറയേണ്ട വാക്ക്, അതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ഇതാ കാല് തളർന്നാൽ ഒരാൾ പറയേണ്ട വാക്കുണ്ട് എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഉദ്ധരിക്കുകയാണ് ഇമാം ബുഖാരി. അതെ, യാ മുഹമ്മദ് ഫഖാല ലഹു റജുലുൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലിൽ തളർന്നപ്പോൾ ഫഖാല ലഹു റജുലുൻ, ഒരാൾ പറഞ്ഞു, ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈഹി, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വിളിക്കുക. എല്ലാവർക്കും അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളായിരിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ തന്നെ. ഉടനെ ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചു. ഇപ്പൊ മൗലവി പറയാ അദബുൽ മുഫ്രദിൽ യാ ഇല്ല, മുഹമ്മദ് എന്നേ ഉള്ളൂ. പച്ചക്കള്ളം. എല്ലാവർക്കും നിവർത്തി നോക്കിയാ കാണൂല യാ മുഹമ്മദ്. അദബുൽ മുഫ്രദിൽ യാ മുഹമ്മദ് ഇല്ല, മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. അദബുൽ മുഫ്രദിൽ യാ മുഹമ്മദ് ഇല്ല, മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. കിതാബ് ഒന്ന് വെച്ചു കൊടുത്ത് കാണിച്ചോട്ടെ, സ്ക്രീനിൽ വായിച്ചോളൂ. ഇല്ലേ യാ മുഹമ്മദ്? ഇല്ലേ യാ മുഹമ്മദ് എന്നെ വേണ്ടി പച്ചക്കള്ളം പറയാം, കാണും ജീവിക്കള് പറയാ. അതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പവർ. അവിടെയാണ് 1400 കൊല്ലം മുമ്പ് മൗലവിമാരെ റസൂലിനെ കണ്ടില്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന, ആഖിർ സമാനിൽ വരും കബളിപ്പിക്കുന്ന ഒരു വിഭാഗം, കദ്ദാബൂന ധാരാളം കളവ് പറയുന്ന ഒരു വിഭാഗം. സലാഹിനൊക്കെ കണ്ടു പറഞ്ഞ മാതിരിയുണ്ട്, ഹുസൈൻ സലഫിനൊക്കെ റസൂൽ കണ്ടു പറഞ്ഞ മാതിരിയുണ്ട്. യതൂനകും മിനൽ ഹദീസി മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരും. ഇയ്യാകും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും, അവരെ നിങ്ങളെ പഴപ്പിക്കല്ലേ, ഫിത്നയാക്കല്ലേ. എത്ര ഭംഗിയായിട്ടാ പറഞ്ഞത്. ഇനി നിങ്ങൾക്കൊരു രസം കേൾക്കണോ? മൗലവിനെ കൊണ്ട് ഏത്തടിച്ചു തരാ. ഇടമുട്ടൻ സംവാദത്തിൽ സക്കരിയ പറഞ്ഞ് എന്താ അറിയോ, ബിംബാരാധനക്ക് തുല്യം തന്നെയാണ് ഖബറുകളെ ആദരിക്കൽ എന്ന് പറഞ്ഞു. ഇങ്ങനെ ബിംബാരാധനക്ക് തുല്യം തന്നെയാണ് ഖബറുകളെ ആദരിക്കൽ എന്ന് പറഞ്ഞു. അതൊന്ന് ആദ്യം കേട്ടോളി, ഞാൻ മൗലവിനെ കൊണ്ട് ഏത്തടിച്ചു തരാം. ബിംബാരാധകരുടെ തുല്യം തന്നെയാണ്, തുല്യം തന്നെയാണ് ബിംബാരാധകരുടെ തുല്യം തന്നെയാണ് ഇസ്തിഖാലു കസീരിൻ മിനൽ ഖൽഖി, പടപ്പുകളിൽ ഒരുപാട് ആളുകൾ ഏർപ്പെട്ടിട്ടുള്ളത്. എന്ത് ഖബർ ആരാധനയല്ല, മനസ്സിലാക്കി വെച്ചോ. ആരാധന ആദരവോടെ കൂട്ടിക്കേൾക്കാൻ ശ്രമിച്ചില്ല. മഹാന്മാരുടെ ഖബർ
ഖബറുകളെ ആദരിക്കൽ, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ. മഹാന്മാരുടെ ഖബറിനെ ആദരിക്കൽ ബിംബാരാധനക്ക് തുല്യാണ് എന്ന് പറഞ്ഞു. നാദാപുരത്ത് 7 ഗണ്ണന പ്രസംഗം നടത്തി. 7ാമത്തെ ഗണ്ണനത്തിൽ മൗലവിനെ ഏത്തടിച്ചു. മൗലവി പറയുന്നു, മുസ്ലിമീങ്ങളെ ഖബറുകൾ ആദരിക്കപ്പെടണം. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. മനസ്സിലായില്ലേ? മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. ഗണ്ണന പ്രസംഗം മുതലായില്ലേ മൗലവിമാരെ? നിങ്ങളല്ലേ ബിംബാരാധനയാണെന്ന് പറഞ്ഞത്? ഇപ്പൊ പറയുന്നത് ആദരിക്കപ്പെടണം, സംശയമില്ല. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ മേലെ റസൂലുള്ളാഹിന്റെ ഖബർ ആദരിച്ചിട്ട് പട്ട് കൊണ്ടുപോയി വിരിക്കലുണ്ട്. അത് സൗദി അറേബ്യയിൽ നിന്ന് നെയ്യുന്നുണ്ട്. കഅബത്തിന്റെ ഖില്ല നെയ്യുന്നതിന്റെ നേരെ അപ്പുറത്ത് തന്നെ അതും നെയ്യുന്നത്. ഒരേ സ്ഥലത്ത് നിന്ന് അതിന് പ്രത്യേകം മക്കീനയുണ്ട്, മെഷീനുണ്ട്. ഒരു ഫാക്ടറിയിൽ തന്നെ രണ്ടും നടക്കുന്നത്. 25 കോടി റുപ്യോളം മുതലാ കഅബത്തിന്റെ ഖില്ല പണിയാൻ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഇതേ മൗലവി ആലപ്പുഴ പോയിട്ട് ചോദിക്കുന്നത്, തങ്ങൾ പാപ്പാക്ക് കൊതുകടിക്കാതിരിക്കാനാ എന്തിനാ പുതപ്പിക്കുന്നത്? അതെന്ന് വെച്ചോട്ടവനെ, എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? കേട്ടില്ലേ? ഞാൻ ചോദിച്ചു മൗലവിയോട്, ബുദ്ധി ഉണ്ടാവും വിചാരിച്ച് ചോദിച്ചതാണ്. എന്താ ചോദിച്ചെന്നറിയോ? കഅബ ഷരീഫിനെ 25 കോടി ഉറുപ്പികയിലധികം ചെലവഴിച്ചിട്ട് കഅബ ഷരീഫിനെ ഖില്ല കൊണ്ട് മൂടുന്നുണ്ടല്ലോ മൗലവി, അത് കഅബയെ കൊതുകടിക്കാതിരിക്കാനാണോ, കഅബക്ക് തണുക്കാതിരിക്കാനാണോ? ഇപ്പൊ മൗലവി ഇപ്പം വന്നിട്ട് എന്താ പറഞ്ഞറിയോ? കഅബത്തുള്ളിൽ ഖബറുണ്ടോ? കഅബത്തിനുള്ളിൽ ഖബറുണ്ടായാലും ഇല്ലെങ്കിലും ഇത് പുതപ്പിക്കുന്ന എന്തിനാണല്ലോ നമ്മുടെ ചർച്ച. നിങ്ങളെ തത്വം എന്താണ്? കൊതുക് കടിക്കാതിരിക്കാൻ മാത്രം പുതപ്പിക്കരുതാ. വെറും കൊതുക് കടിക്കാതിരിക്കാൻ മാത്രമേ പുതപ്പിക്കുള്ളൂ. എന്നാ ഇവിടെ എന്തിനാ പുതപ്പിച്ച്? അതിന് കൊതുക് കടിക്കാതിരിക്കാനാ? ഈ ഒരു കൊതുകിന്റെ ബുദ്ധി പോലും ഇല്ലാതെ ആയിപ്പോയല്ലോ. എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. കഅബയുടെ ഖില്ല പണിയുന്ന ഫാക്ടറിയെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് വാർത്ത, അതിൽ തന്നെ അവസാനം നിങ്ങൾക്ക് കേൾക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ഷരീഫിൽ വിരിക്കാനുള്ള അല്ലെങ്കിൽ പുതക്കാനുള്ള, എന്ത് പറഞ്ഞാൽ തർക്കമില്ല, വിരിക്കാനുള്ള തുണി, പച്ചത്തുണി, അതും നിർമ്മിക്കപ്പെടുന്നത് അവിടെ വെച്ച് തന്നെയാണ്. അതിന് ശരിക്ക് ബോർഡ് വെച്ചിട്ട്, മക്കീനത്തു സിതാറത്തി ദഖലിയ ലിഖബ്രി റസൂലി ഫി റൗളത്തി ബിൽ മദീനത്തിൽ മുനവ്വറ എന്ന് ബോർഡ് വെച്ചിട്ട് അതിന്റെ മെഷീൻ അടക്കം ഏഷ്യാനെറ്റ് വാർത്തയിൽ വന്നു. ഞാനത് കേൾപ്പിച്ചു കൊടുത്തപ്പോ മൗലവിമാർക്ക് ഭയങ്കര തലവേദന. കുറച്ച് വയറ്റും നോക്കും. അതൊന്ന് വെച്ചു കൊടുത്താ പോലെ ഏഷ്യാനെറ്റ് വാർത്ത. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബലാഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കഅബയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. കേട്ടില്ലേ? അപ്പൊ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറ് പുതക്കാനുള്ള പച്ചത്തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞ അതിന്റെ ഫോട്ടോ, അതിന്റെ ബോർഡ് അടക്കം കാണിച്ചു. ഇത് ഞാൻ കാണിച്ചപ്പോ മൗലവിമാര്
തലവേദനയായി. മൗലവിമാരാലോചിച്ച് എന്താ ചെയ്യാ? ഭീഷണി തന്നെ. ആർക്ക് ഭീഷണി? ഏഷ്യാനെറ്റ് വാർത്ത വായിച്ചാക്ക് ഭീഷണി. എന്തോ ഒരു തീവ്രവാദികളാണ് നിങ്ങൾ ആലോചിച്ചു. ഏഷ്യാനെറ്റ് വാർത്ത വായിച്ചാക്ക് ഭീഷണി. കടവത്തൂർന്ന് ഈ സക്കറിയ സലാഹി പറയാണ്, ആഹാ ഇത് പേരോടൊക്കെ കൂടി ഒത്തിട്ടുണ്ടാക്കിയൊരു പരിപാടിയാണ്, അതുകൊണ്ട് ഇത് വായിച്ച ആൾക്ക് പരിണിത ഫലം അനുഭവിക്കൂ. അത് സക്കറിയ സലാഹി അതൊന്ന് വെച്ചുകൊടുത്തവനെ കടവത്തൂർ പ്രസംഗം അടക്കം പരിണിത ഫലം അനുഭവിക്കും എന്ന് മൂപ്പര് പറയും. അത് നിങ്ങൾ ആദ്യം കേട്ടോളി. പരിണിത ഫലം അനുഭവിക്കൂ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഏഷ്യാനെറ്റ് വാർത്ത വായിച്ച ആളെ ഭീഷണിപ്പെടുത്തുന്ന വാചകം വെച്ചുകൊടുത്തവനെ. അപ്പൊ ഇങ്ങനെ ഒരു പണി നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്യാമറയും കൊണ്ട് റെഡിയായി നിന്നോളണം, നമ്മൾ എല്ലാ ആളുകളും ഫോട്ടോ എടുത്തോളണം, എന്നിട്ട് ഹോബികൾക്ക് അതിൽ ഉപയോഗിക്കണം എന്ന് ജലീൽ കവണ്ണമംഗലം എന്ന എപി ഖുറാഫിയുമായി പേരോടക്കമുള്ളവർ നടത്തിയ ഗൂഢാലോചനയാണ് ഇങ്ങനെ ഒരു കള്ള വാർത്ത ചാനലിൽ വരാനിടയായത്. ഇൻഷാ അല്ലാഹ് അതിന്റെ പരിണിത ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. കേട്ടോ, അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്ന മൂപ്പര് ഭീഷണിപ്പെടുത്താൻ. ഞാൻ ചോദിക്കട്ടെ, ഇതെന്ത് മതപ്രവർത്തനമാണ്? ഒരു ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത വന്നാൽ ആ വാർത്ത വന്ന ആളെ അവിടെ വെച്ച് ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി അയാളെ പേരിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കി എന്നിട്ട് അദ്ദേഹം വിഷമിപ്പിക്കുന്നാണല്ലോ പറയുന്നത്. ഇത് ഏത് മാന്യതയാണ്, ഏത് മനുഷ്യത്വമാണ് എന്നാണ് എന്റെ ചോദ്യം. ഒരു വാർത്ത വായിക്കാനും വിടൂലാന്നോ, ഒരു വാർത്ത പറയാനും വിടൂലാന്നോ? ഏത് ഭീകരവാദികളാണ് ഇവർ? ഇവരെ സംബന്ധിച്ച് വെറുതെയാണോ അമുസ്ലിം സഹോദരന്മാര് വരെ ഈ തീവ്രവാദി സംഘമാണ് എന്ന് എഴുതി വെച്ചത്? അതെ, അത് ഞാൻ നേരത്തെ വായിച്ച മാധവൻ പിള്ളന്റെ പുസ്തകം ഞാൻ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഭീഷണി എന്നാ സഹോദരന്മാരെ, ഞാൻ കട്ടുപ്പാറ വെച്ച് നമ്മളെ പാട്ടുകാര മൗലവി ഉണ്ടല്ലോ, ആ മൗലവിന്റെ നാട്ടിൽ വെച്ച് ഞാൻ എടുത്തുദ്ധരിച്ചതാണ്. ഇബ്നു അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് തന്നെ മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖം എന്ന ഈ പുസ്തകത്തിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ബഹുമാനം പറഞ്ഞ് എന്താ എഴുതിയത് കേട്ടോളി. നബിയുടെ ഖബറിങ്കൽ സഹായാർത്ഥന നടത്താൻ പാടില്ലെന്നാണ് അദ്ദേഹം ആദ്യമായി പ്രഖ്യാപിച്ചത്. നൂൽ മന്ത്രിച്ച് ഊതുന്നതും ഉറുക്കു കെട്ടുന്നതും മഹാന്മാരുടെ മക്ബറകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നതും തെറ്റാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം, മക്ബറകൾ പൊളിച്ചു നീക്കുകയും ജനങ്ങൾ പൂജിക്കുന്ന വൃക്ഷങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തു. നമ്മളെ മക്ബറ പൊളിക്കൽ മാത്രമല്ല, വേറെ അമുസ്ലിമീങ്ങൾ പൂജിക്കുന്ന മരവും കൂടി മുറിച്ചിട്ടുണ്ട് ഇവര്. അതും അവരെ വലിയ ബഹുമാനമായിട്ട് മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞു. ഇതൊക്കെ ഞാൻ കേൾപ്പിച്ചപ്പോഴാ മൗലവി പറഞ്ഞത് ഞങ്ങൾ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആളല്ല ഒരിക്കലും. പിന്നെ ഞാൻ തെളിയിച്ചപ്പോ പിന്നെ പറഞ്ഞു അത് ഇസ്ലാമിനെതിരായ കുറച്ചു കാര്യമൊക്കെ ഭരണം കിട്ടിയപ്പോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇസ്ലാഹി മാസികയിൽ മുസ്ലിയാമാരെ തലവെട്ടണോ എന്ന് പറഞ്ഞില്ലേ, എന്നാ മൗലവി തന്നെ അതാ പച്ച മലയാളത്തിൽ മുസ്ലിയാമാരെ മക്കളെ തലവെട്ടണം എന്ന് വ്യക്തമായി പറയുന്നത് കേട്ടോ. സുന്നി മുസ്ലിയാമാരെ മക്കളെ മുഴുവനും കൊല്ലണമെന്ന്. ഇവിടെ ശരിക്കും ഉദ്യോഗസ്ഥന്മാരും അതേ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നവരുമൊക്കെ ശ്രദ്ധിക്കണം. എന്താണ് ഈ മുജാഹിദ് പ്രസ്ഥാനം? ഇവര് ചിലപ്പോ ചങ്ങരം കുളത്ത് പോവും, ചിലപ്പോ വയനാട്ടിൽ പോവും, എവിടെ പോയാലും ശരി ഇത്ര വലിയൊരു തീവ്രവാദി വിഭാഗത്തെ, ഇത്ര വലിയൊരു ഭീകരവാദ വിഭാഗത്തെ നമ്മുടെ കേരളം കണ്ടിട്ടില്ല കേട്ടോ. ശരിക്കും നിങ്ങൾ മനസ്സിലാക്ക്. ഒരു മൗലവി പ്രസംഗിക്കുന്നത് കേട്ടോ, മുസ്ലിയാമാരെ മക്കളെ മുഴുവൻ കൊന്നുകളയണം എന്ന് വെച്ചുകൊടുത്താ മോനെ. ഒരു മുസ്ലിയാന് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. നല്ല വൃത്തിയുള്ള സാധനം. മുസ്ലിയാമാർ പഠിപ്പിക്കുന്ന ലക്ഷക്കണക്കായ കുട്ടികളുണ്ട് മദ്രസയിലും പള്ളിയിലും. അവരൊക്കെ മുരണ്ടി കൊന്നുകളയണം. ഒരു ഉളുപ്പില്ലാതെ ഈ
ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു മൗലവി പ്രസംഗിച്ചതല്ലേ ഇത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈ ലക്ഷക്കണക്കായ മക്കളെ മുഴുവനും, ഈ പിഞ്ചു മക്കളെ മുഴുവനും കൊന്നുകളയണമെന്ന് പറയാൻ ഒരു വിഷമവും തോന്നിയില്ലല്ലോ ഈ മൗലവിക്ക്. ഇതല്ലേ മുജാഹിദ് മൗലവിമാര്? ഞാൻ വെറുതെ പറഞ്ഞതാണോ? എന്നിട്ട് മൂപ്പരത് ഇസ്ലാമിന്റെ തലയിൽ വെക്കുന്നത് രസോ. മൂപ്പര് പറയുന്നത് ഈ മുസ്ലിംമാര് ഇവരൊക്കെ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ ടിക് ഫിനിഷ്, എന്നാൽ ഇങ്ങനെ വെട്ടിയിട്ട് ഫിനിഷ് ആയി കളിയും. ടിക് ഫിനിഷ് മൂപ്പര് പറയാ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് എങ്ങനെ? ഏത് ഇസ്ലാമിക ഭരണത്തിലാണ് അങ്ങനെ തോന്നിവാസം ചെയ്യുന്നത്? നിങ്ങൾക്ക് മുജാഹിദിന് ഭരണം കിട്ടിയാൽ ഞങ്ങളുടെ നേതാവായ റസൂലുള്ളാഹിന്റെ ജാറം പൊളിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതുപോലെ നിങ്ങൾ ടിക് ഫിനിഷ് എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കൊല്ലും. കാരണം മുസ്ലിമീങ്ങളെ നേതാവിന്റെ ജാറം നിങ്ങൾ പൊളിക്കും, കഅബ നിങ്ങൾ പൊളിക്കും, മുസ്ലിമീങ്ങളെ നിങ്ങൾ കൊല്ലും. നിങ്ങളും ഇസ്ലാമും തമ്മിൽ എന്താണ് ബന്ധം? വെച്ചുകൊടുത്താൽ മോനെ ടിക്. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. കേട്ടോ? ഈ നിലക്കുള്ള ഭീകരവാദികൾ നിങ്ങൾ അറിയണം സഹോദരന്മാരെ, പത്രക്കാരറിയണം, മീഡിയക്കാരറിയണം. ഒരു ഏഷ്യാനെറ്റ് വാർത്ത കണ്ടത് പിടിച്ചെടുത്തൊരു ഏഷ്യാനെറ്റ് വാർത്ത ഒരു മീഡിയക്കാരൻ വായിച്ചതിന്റെ പേരിൽ അവനെ ഭീഷണിപ്പെടുത്തിയില്ലേ മൗലവി? പറഞ്ഞതെന്താണ്? പരിണിത ഫലം അനുഭവിക്കൂന്ന് പറഞ്ഞില്ലേ? ആ പാവം ചെറുപ്പക്കാരനെ അവിടുന്ന് കള്ളക്കേസിൽ കുടുക്കി നശിപ്പിക്കാൻ ശ്രമിച്ചു ഈ മൗലവിമാര്. എന്നിട്ട് ഇയാളോട് കള്ളക്കേസ് കുടുക്കിയിട്ട് അയാളോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളൊരു റിപ്പോർട്ട് എഴുതി തരും, അത് അടുത്തതിന് വായിക്കണോ? ഇയാൾ ചോദിച്ചു എന്തെന്നാ വായിക്കേണ്ടത്? അത് ഞങ്ങൾ എഴുതി തരും പോലെ വായിക്കണം. ഇയാൾ വാങ്ങി വായിച്ചു നോക്കി എന്തായാലും ഉള്ളത്. അപ്പോ അതിലുള്ള എന്തറിയോ? നബിദിനം പാടില്ല എന്ന് സൗദിയിലെ പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, സൗദിയിലെ പണ്ഡിതന്മാര് എത്രയോ വലിയ വലിയ ആലിമികളുണ്ട് അവിടെ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമികൾ. നമ്മുടെ മർക്കസിൽ വരെ വന്നിട്ട് ബുർദ എഴുതുന്നത് സൗദിയിലെ മക്കയിലെ പണ്ഡിതന്മാരാണ്. ഇവർക്ക് പണ്ഡിതൻ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളാണല്ലോ. അപ്പോ സൗദിയിലെ പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്നു ഒന്ന്. രണ്ടാമത്തത് ഏഷ്യാനെറ്റിൽ വാർത്ത വന്നല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മൂടുന്ന പച്ചത്തുടി ഉണ്ടാക്കുന്ന അതിന്റെ മെഷീനും അതിന്റെ ബോർഡും ഒക്കെ. ആ വന്ന വാർത്തയെ സംബന്ധിച്ച് ആ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതന്മാർ അറിയിച്ചു എന്ന് നിങ്ങൾ പറയണോ? ഇയാൾ പറഞ്ഞു അത് ഞാൻ പറഞ്ഞോളാം, കാരണം എന്തായാലും ഈ പണ്ഡിതന്മാർ കള്ളത്തരല്ലേ പറയൂ, കൂട്ടത്തിലെ കള്ളം അവരും കൂടി പറഞ്ഞല്ലേ വരൂ. ഇതെല്ലാവർക്കും പോയാൽ കാണാവുന്നതാണ്. ഏഷ്യാനെറ്റ് വാർത്തയിൽ ഫോട്ടോ അടക്കം കാണിച്ചതാണ്, കേൾപ്പിച്ചതാണ്. അത് കളവാണ് എന്ന് അവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞു. നിങ്ങൾ എഴുതി തന്നാൽ അങ്ങനെ പറഞ്ഞതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം എന്തായാലും നിങ്ങൾ കളവ് പറയുന്നത് നേരത്തെ വന്നു തന്നെയല്ലേ, അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അറിഞ്ഞ ഇയാള്. അങ്ങനെ എഴുതി കൊടുത്തിട്ട് ആളെ കൊണ്ടത് വായിപ്പിച്ച് അത് വെച്ചു കൊടുത്താൽ അതിന്റെ 60% അടക്കം വെച്ചു കൊടുത്തു. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് 7ാമത് അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം 1-ന് ജിദ്ദയിൽ ആരംഭിക്കും. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമിക് റിസർച്ചേഴ്സ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും. അതേസമയം റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്ന് സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ ഖബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. കണ്ടോ, അടിസ്ഥാനരഹിതമാണ് എന്നല്ല, ആണ് എന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. ഒരു കളവും കൂടി അവർ പറഞ്ഞു. അയാൾ നേരത്തെ റിപ്പോർട്ട് സത്യസന്ധമായി കൊടുത്തതാണ്. ഇത് പരിണിത ഫലം അനുഭവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ്. എന്നിട്ട് നിങ്ങൾ കേൾക്കണോ? അപ്പം ചെയ്യുന്നറിയോ, ഒരു മൗലവി അതും വെച്ചിട്ട് പറഞ്ഞു അപ്പൊ ഇത് ഇല്ല എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞു. അതും കൂടി കേട്ടിട്ട് ഞാൻ ഉണ്ട് എന്നുള്ള വേറെ മൗലവിയെ കൊണ്ട് പറയിപ്പിച്ചേരാ. ഇത് ശരിയാണോ? ഇത് സത്യമാണോ? കഅബയുടെ കില്ല നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മുകളിൽ പതക്കുന്ന പച്ചപ്പട്ട് ഉണ്ടാക്കുന്നുണ്ടോ? അവിടെ പച്ചപ്പട്ടുണ്ടോ? പച്ചപ്പണി വിരിക്കുന്നുണ്ടോ? ഇല്ല എന്നതാ സത്യം. ഇല്ല എന്നുള്ളതാ സത്യം. ഞാൻ കടവത്തൂര് എന്റെ ഒരു സീഡ് ഉണ്ട്. എന്റെ പേര് അക്ബറിന്റെ വിവരക്കേടും മുജാഹിദിന്റെ ഗതികേടും. അത് കേട്ടു നോക്കണം, അതിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇല്ല എന്നുള്ള സത്യം കായക്കൊടി മൗലവി
അപ്പൊ സക്കരിയ സലാഹി പറഞ്ഞ് മനുഷ്യന്മാര് ചെന്ന് നോക്കിയാൽ ഇത് കാണൂലേ? ഇതാണെങ്കിൽ ഏഷ്യാനെറ്റിൽ ബോർഡടക്കില്ലേ? ഇങ്ങനെ നിഷേധിച്ചാ പിന്നെ നമ്മൾ ഉള്ളതിന് വിഷമാവോ? അപ്പൊ സക്കരിയ സലാഹി അതിനൊരു ന്യായീകരണം കണ്ട് മൂപ്പര് പറഞ്ഞ് ബോർഡടക്കം കാണാനുണ്ടല്ലോ, അതുകൊണ്ട് അതിന് ഞാനൊരു മറുപടി അറിയാം. എന്താ മറുപടി? മൂപ്പര് മറുപടി അറിയോ? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അപ്പുറത്ത് സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ ഖബറും കൂടിയുണ്ട്. അപ്പോ ഷിയാക്കൾ ഇങ്ങനെ കാണുമ്പോ, ഈ അബൂബക്കറും ഉമറുൽ ഖത്താബിന്റെ ഖബർ കാണുമ്പോ ഷിയാക്കൾ ചിലപ്പോ ജനവാദിലെ ഉള്ളൂട്ട തുപ്പിയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പോച്ചതാണ്. ജനവാദിലുള്ള ഷിയാക്കൾ തുപ്പുന്നതിന് പൊച്ചതാണ് പറയും. അപ്പൊ എനിക്കൊരു സംശയം, അതിന്റെ അപ്പുറത്ത് ജന്നത്തുൽ ബഖയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ടല്ലോ, അതും ഷിയാക്കൊക്കെ പറ്റൂലല്ലോ. അവിടെ ഇങ്ങനത്തെ തുണിയൊന്നും ഇട്ട് വിരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവിടെ തുപ്പാൻ പറ്റുമോ? അതിന് മൗലൈമാരോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. റേഡിയോ പോലെയല്ലോ, ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനാണ്, അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാ അതൊന്ന് കേട്ടോളെങ്കിലും സക്കരിയ സലാഹിന്റെ ന്യായീകരണം എന്നല്ല, അതിന് പറയുന്നത് ന്യായീകരണം എന്നാ. ഒന്നുകൂടി ഞാൻ പറയാ, ഇടയ്ക്ക് മൂപ്പര് പറയുന്നുണ്ട് മക്കീനത്തു സിത്താറത്ത് ദാഖിലിയ. സിത്താറത്ത് എന്ന് പറഞ്ഞാൽ ഖുറാഫി, സിത്താറത്ത് തന്നെ ഖുറാഫി. പുതപ്പിന് അർത്ഥം പിന്നെ വിരിപ്പ് എന്നല്ലേ? പുതപ്പിന് അർത്ഥം വിരിയുന്നല്ലേ? സുബ്ഹാനല്ലാഹ്. ഓ, അപ്പൊ ഭയങ്കര തഹ്ഖീഖ് കേട്ടോ, പുതപ്പല്ല വിരിയാണ്. എന്നാ ഒന്നും കൂടി കേട്ടോളി. പക്ഷെ മൂപ്പരൻ എന്തായി എന്നറിയോ? മൂപ്പരനെ പറയുമ്പോ പറഞ്ഞു പോയി പുതപ്പ്. അതൊക്കെ കൂടികൾ കേൾക്കുമ്പോൾ മനസ്സിലാണ്. ആദ്യം പറഞ്ഞു തന്നാ മുമ്പൊരു ചങ്ങാതി പറഞ്ഞു, എല്ലാരും പറയും പക്കേ പക്കേന്ന്, ഞാൻ പക്കേ പറയും പക്ഷേ, ഞാൻ പക്കേ പറയും പക്ഷേ. ഈ മാതിരി മൂപ്പര് പറയുമ്പോ പുതപ്പ് എന്ന് പറഞ്ഞു പോയി. അതൊന്ന് കേട്ടോളികൾ, ആ രസകരമായ ക്ലിപ്പ് എന്ന് വെച്ച മോനെ. അവിടെ ആ ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡുകളൊന്ന് കണ്ടോളി. എന്താണ് ആ ബോർഡ് എഴുതിയിട്ടുള്ളത്? മക്കീനത്തു സിത്താറത്തു ദാഖിലിയ ലിഖബരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർ റൗള ബിൽ മദീനത്തിൽ മുനവ്വറ. നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും അത്. മക്കീന എന്ന ഫാക്ടറി, അങ്ങനെ ഒരു പേര് സൗദി പോയാലും കണ്ടിട്ടില്ല. മസ്നഈ എന്നാണ് സാധാരണ അവരെ പറയുന്നുള്ളത്. മക്കീന എന്ന മെഷീൻ എന്നാ പറയാ. ഏതായാലും ഇരിക്കട്ടെ, സിത്താറത്തു ദാഖിലിയ എന്ന് പറഞ്ഞ ഖുറാഫി പുതപ്പ് എന്നർത്ഥം. ഖബറുമ്പോ പുതക്കണം, പുതപ്പ് ഖബർ മുജാറം മൂടുന്ന പുതപ്പാന്നല്ലോ. സിത്താറ എന്ന് പറഞ്ഞാൽ കർട്ടൻ എന്നർത്ഥം, ഉള്ളിലുള്ള കർട്ടൻ. അതൊരു പക്ഷെ ഉണ്ടാകാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്നത് അവിടുത്തെ ഭാര്യമാരെല്ലാവരും വീട് ഉൾക്കൊള്ളുന്ന ഒരു വീട്ടിലാണ്. ആ വീട് എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ചുമരുണ്ടാക്കിയിട്ടുണ്ട് പഞ്ചകോണില്. അല്ലെങ്കിൽ തിരുനിസ്കരിക്കാൻ വേണ്ടി കോണ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ പുതപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിന് അത് കാണാതിരിക്കാൻ വേണ്ടിയോ പച്ച തുണി. കാരണം സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമറുൽ ഫാറൂഖിന്റെയും ഒക്കെ ഖബർ അതിനകത്ത് തന്നെയാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കാണുമ്പോൾ വിഷമുണ്ടാവും. അവരാ ദ്വാരത്ത് കൂടി ചിലപ്പോൾ തുപ്പും. അതിനായിരിക്കണം, നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർട്ടൻ അതിനുള്ളിലുണ്ട് എന്നുള്ളത് ശരിയാണ്. ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർട്ടൻ അതിനുള്ളിലുള്ളത് ശരിയാണ്. ഇതെന്തായി? എന്നാ നിങ്ങൾ ഒന്ന് കേൾക്കണോ? നമ്മളെ ഇയാള് പറഞ്ഞത് എന്താണ്? കായക്കൊടി പറഞ്ഞെന്താണ്? ഏയ് അത് സത്യമല്ലാന്നാ. ഇയാൾ പറഞ്ഞത് ശരിയാണ്. അത് രണ്ടും കൂടി കൂട്ടിയിട്ടൊന്ന് വെച്ചു കൊടുത്തവൻ, എന്നാലും അതിന്റെ ഏറ്റവും നല്ല രസം. ഇത് ശരിയാണോ? ഇത് സത്യമാണോ? കഅബയുടെ കില്ല നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മുകളിൽ പതക്കുന്ന പച്ചപ്പട്ട് ഉണ്ടാക്കുന്നുണ്ടോ? ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർട്ടൻ അതിനുള്ളിലുണ്ട് എന്നുള്ളത് ശരിയാണ്. അവിടെ പച്ചപ്പട്ടുണ്ടോ? പച്ചത്തുണി വിരിക്കുന്നുണ്ടോ? എന്നതാ സത്യം. ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർട്ടൻ അതിനുള്ളിലുണ്ട് എന്നുള്ളത് ശരിയാണ്. അവിടെ പട്ടുണ്ടോ? പച്ചത്തുണി വിരിക്കുന്നുണ്ടോ? എന്നതാ സത്യം. ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർട്ടൻ അതിനുള്ളിലുണ്ട് എന്നുള്ളത് ശരിയാണ്. തമ്മിലാണ്. ഇനി എന്താ ഇവരെ വിഷയം? ഇവരെ വിഷയം എന്താന്ന് ചോദിച്ചാല്, ഇവര് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നിയാണ്, വഹാബി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നബിനെ ബഹുമാനിച്ചുകൂടാന്നുള്ളതാണ് വിഷയം. മുഹമ്മദ് നബി സുന്നിയാണ്, വഹാബി അല്ല, അതുകൊണ്ട് ബഹുമാനിച്ചുകൂടാന്നുള്ളതാണ് വിഷയം. അത് നിങ്ങൾ ശരിക്കും മൗലവീന്റെ നാവുകൊണ്ട് ഞാൻ കേട്ടോളി. മുഹമ്മദ് നബി സുന്നിയാണ് എന്ന് പറഞ്ഞത് സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയാണ്. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഇനി ഞാൻ ചോദിക്കുന്നു മുസ്ലിം ഉമ്മമാരെ, ഇനി ഞാൻ ചോദിക്കുന്നു ചെറുപ്പക്കാരെ,
ഇനി ഞാൻ ചോദിക്കുന്നു, കാരണവന്മാരെ, നിങ്ങൾ ആരെയാ കാത്തു നിൽക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹാബിയല്ല, സുന്നിയാണെന്ന് പറയുന്നത് മുജാഹിദിന്റെ ടോപ്പ് നേതാവായ, സ്വന്തം പേര് പോലും മുജാഹിദ് എന്ന് പേര് വെച്ച മുജാഹിദ് ബാലുശ്ശേരി. കുറച്ച് സ്ട്രോങ് അല്ലേ കാര്യം? അതാണ് എന്റെ പേര് തന്നെ മുജാഹിദ്, ഞങ്ങൾക്കറിയില്ലേ? കുറച്ച് സ്ട്രോങ് അല്ലേ കാര്യം? അതാണ് എന്റെ പേര് തന്നെ മുജാഹിദ്, ഞങ്ങൾക്കറിയില്ലേ? അതേ മുജാഹിദിന്റെ നേതാവ് പറയുന്നു മുഹമ്മദ് നബി സുന്നിയാണ്, വഹാബിയല്ല. നിങ്ങൾ മുഹമ്മദ് നബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് വരുന്നോ ഉമ്മമാരെ? അല്ല, ഈ മൗലൈമാരുടെ കൂടെ നരകത്തിലേക്ക് വരുന്നോ? നരകം ഭയാനകമാണ് ഉമ്മമാരെ, നരകം ഭയാനകമാണ് ചെറുപ്പക്കാരെ. അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ താലിബ്, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആൾ അബൂ താലിബാണ്. എന്താണ് അബൂ താലിബിന്റെ ശിക്ഷ? അദ്ദേഹത്തിന്റെ കാലിന് ഓരോ ഷൂ ആണ്. ആ ഷൂ അദ്ദേഹത്തിന് അങ്ങ് കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ കാലിന് ഷൂ ധരിക്കപ്പെടുന്നു. ഏറ്റവും ചെറിയ ശിക്ഷയാണ് നരകത്തിൽ ഷൂ, നരകത്തിൽ തീക്കട്ട കൊണ്ടുള്ള ഷൂ. പക്ഷേ ആ തീക്കട്ട കൊണ്ടുള്ള ഷൂ അബൂ താലിബിനങ്ങ് ധരിക്കപ്പെടുമ്പോ അബൂ താലിബിന്റെ തലച്ചോറ് തിളച്ചു പറഞ്ഞു പോയി. അത്ര ഗൗരവമുള്ള നരകം. ആ നരകത്തിലേക്ക് മുജാഹിദ് മൗലവിമാരുടെ കൂടെ നിങ്ങൾ പോകുന്നോ ഉമ്മമാരെ? പോകുന്നോ ചെറുപ്പക്കാരെ? അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേതാവായി അംഗീകരിച്ച് സുന്നത്ത് ജമാഅത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ സുന്നിയായി ഭരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നു. മൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഈമാൻ വേണ്ടവർ ഈമാൻ സ്വീകരിച്ചോ, അല്ലാതെ തള്ളുന്നവർ തള്ളട്ടെ, നമുക്കത് പ്രശ്നമല്ല. ഇന്നമാ അലൈനൽ ബലാഗുൽ മുബീൻ. കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തലേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ മുജാഹിദിന്റെ നേതാവ് ആരാണ്? സുന്നിന്റെ നേതാവ് റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്. അത് മൗലവിമാരെ സംബന്ധിച്ച്. ഇനി മുജാഹിദിന്റെ നേതാവ് ആരാന്ന് കേട്ടോളി. ഞങ്ങളുടെ നേതാവ് എ.പി. അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ. ൂതിയ പറന്നു അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല, തലപ്പാവിന്റെ ഊക്കില്ല, ജുബ്ബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ, കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ കാറില്ല, തക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലേ? അപ്പൊ മുജാഹിദിന്റെ നേതാവ് മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ ഊതുമ്പം പാറിപ്പോവും. സുബ്ഹാനല്ലാഹ്. ഞങ്ങളെ നേതാവ് ആരാണെന്നറിയോ? അല്പം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള, അതേ, ക്രിസ്താബ്ദം 571 മക്കയിൽ ജനിച്ച, തുല്യതയില്ലാത്ത ഭംഗിയുള്ള, തുല്യതയില്ലാത്ത ശരീരമുള്ള, ഏതൊരു മനുഷ്യനെയും ഏത് വിധത്തിലും ആകർഷിപ്പിക്കപ്പെടുന്ന, എല്ലാ ലോകത്തിന്റെയും നേതാവ്, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി തമദ്ദഅത്ഹു النصارى في نبيهم وكن بما ശിതമദ് ഹംഫീഹി വഹ്തകീമി. അതുല്യനായ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, അത് ഞങ്ങളെ നേതാവാണ്. നിങ്ങളെ നേതാവ് ഊതുമ്പോ പാറിപ്പോകുന്ന കറുത്തിരുണ്ട മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്. യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദു വജൂഹ്. മഹ്ശറിൽ വെച്ച് മുഖം വെളുക്കുന്ന ദിവസമുണ്ട്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖം വെളുക്കുമെന്നാണ് തഫ്സീർ. അതേ സമയത്ത് സുന്നിയല്ലാത്തവന്റെ മുഖം കറുത്തിരുണ്ടു പോകുമെന്നാണ് ഇബ്നു അബ്ബാസ് തങ്ങളെ പോലുള്ളവരുടെ തഫ്സീർ. യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദു വജൂഹ്. നിങ്ങൾ മഹ്ശറിൽ കറുത്തിരുണ്ട നേതാവിന്റെ കൂടെ കറുത്തിരുണ്ട മുഖവുമായി പോകുന്നു. അല്ല, വെളുത്ത് സുന്ദരനായ നേതാവിന്റെ കൂടെ സൗന്ദര്യമുള്ള മുഖവുമായി നീങ്ങുന്നു. അത് ചിന്തിച്ചോ മുസ്ലിമീങ്ങളെ? ഇനി ഞാന് 1-2 രസകരമായ ക്ലിപ്പും കൂടി കേൾപ്പിച്ച് ഞാൻ നിർത്താം. സുബ്ഹാനല്ലാഹ്. ക്ലിപ്പ് കേൾപ്പിക്കാൻ ഒരുപാടുണ്ട്. മൗലവി നാദാവരത്ത് വന്നിട്ട് ആദ്യം ചെയ്ത പണി എന്തറിയോ?
സിറാജുൽ ഹുദയിലേക്ക് നേർച്ച പൈസ തരും പലരും. ഇവിടെ വന്നപ്പോ കുറെ ആള് തന്നു, എവിടെ ചെന്നാലും തരും നേർച്ച പൈസ. മൂപ്പരെന്ത് ചെയ്തു എന്നറിയോ? നേർച്ച പൈസ ഇട്ട് ഞാൻ കീശയിലിടും. ചിലര് നേരിട്ട് വന്ന് കീശയിലിടും. ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബേക്കുന്ന കീശയിലിട്ടിട്ടുണ്ട്. അങ്ങനെ കീശയിലിടും. എന്റെ കീശയിലുള്ള പൈസ ഒക്കെ സിറാജുൽ ഹുദ എന്റേതാണ്. ഞാൻ പ്രത്യേകം സ്വന്തം സംഖ്യ എന്നൊരു കവർമൽ എഴുതിക്കലാം. അല്ലെ പോന്നിട്ടൊക്കെ നേർച്ച ഇട്ടു. അള്ളാഹ് എന്നൊരു ബർക്കത്താണ് ആ സ്ഥാപനത്തിന്. മൗലവി വരുമ്പോ 2 ലക്ഷം റുപ്യോളം നേർച്ച കിട്ടാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാ മൗലവി വന്നിട്ട് ഞാൻ കീശയിലിടുന്നത് കാണിച്ചു. അപ്പൊ ഞാൻ അതിന്റെ വസ്തുത വിശദീകരിച്ചു. മുജാഹിദീങ്ങളും കേട്ട്, എന്റെ പ്രസംഗം സുന്നികളും കേട്ട്. അങ്ങനെ കേട്ടപ്പോ എന്തായി എന്നറിയോ നിങ്ങള്? മുജാഹിദീങ്ങൾക്കും മനസ്സിലായി എന്തോ ഒരു അത്ഭുതമുണ്ട് സിറാജുലൊക്കെ നേർച്ചയാക്കിയാല്. അങ്ങനെ നേർച്ചയാക്കിയിട്ട് മുജാഹിദീങ്ങളും നേർച്ചയാക്കാൻ തുടങ്ങി. ഇപ്പൊ അൽഹംദുലില്ലാ 5 ലക്ഷം റുപ്യ മാസത്തിൽ കിട്ടുന്നുണ്ട്. മൗലവി വരുമ്പോ 2 ലക്ഷം, ഇപ്പൊ 5 ലക്ഷം കിട്ടുന്നുണ്ട്. ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ പൊന്നു തന്നിട്ടുണ്ട് ഓരോരുത്തർ. ഞാൻ ഇന്ന് പകല് അവിടെ ഇരിക്കുമ്പോ ഒരാൾ വന്നിട്ട്, ഉസ്താദേ എന്റെ മകൾക്ക് ഒരു കല്യാണം വേണമെന്ന് വിചാരിച്ചു കുറേ തെരഞ്ഞു, ഒരു നിലക്കും കിട്ടിയില്ല. വീട്ടിലേക്ക് വഴിയില്ലായിരുന്നു. അപ്പൊ വഴിയില്ലാത്തോണ്ട് എല്ലാവരും ചെറുക്കന്മാർ വന്ന് നോക്കി തിരിച്ചുപോയി. ഞാനൊരു പവന് നേർച്ചയാക്കി. കുറഞ്ഞ ദിവസം കൊണ്ടെങ്കിൽ വഴിയും കിട്ടി, പെൺകുട്ടിക്ക് ഭർത്താവിനും കിട്ടി, ഒക്കെ റെഡിയായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ന് വന്നിട്ട് ഒരു പവൻ തന്നു, നേർച്ചയാക്കിയ പവൻ. അങ്ങനെ എത്രയോ കിട്ടുന്ന അൽഹംദുലില്ലാ 5 ലക്ഷം റുപ്യ ചുരുങ്ങിയത് മാസത്തിൽ കിട്ടുന്നുണ്ട് ഇപ്പോ. പിന്നെ അതിന്റെ കമ്മീഷൻ കൊടുക്കേണ്ടത് ഹുസൈൻ സെൽഫിക്കാണ്. പിന്നെ കൊടുക്കാത്ത ഞാൻ എടുക്കലില്ല, അതുകൊണ്ട് ആർക്കും കൊടുക്കുന്നില്ല എന്ന് മാത്രം. ഇതെന്നോ സൗദിന്നോ ഒരാളിപ്പോൾ അടുത്ത് നിങ്ങളെ മലപ്പുറം ജില്ലയിൽ എൻ്റെ അടുത്ത് വന്ന്, ഞാൻ എൻ്റെ നാദാവർ CD കയറ്റിയിട്ടുണ്ടാണ്. എന്നിട്ട് എൻ്റെ ഒരു മുജാഹിദ് 100 റിയാൽ നേർച്ചയാക്കി. എന്തോ പൈസ പോയിട്ട് ഒരു നിലക്കും കിട്ടൂല എന്ന് ഉറപ്പിച്ചതിൻ്റെ നേർച്ചയാക്കിയ സാധനം തിരിച്ചിട്ട് ഇപ്പൊ 500 റിയാലാ കൊടുത്തയച്ചത്. അയാൾ മുജാഹിദേ, എൻ്റെ നാദാവർ CD ഞാൻ കയറ്റിയിട്ടുണ്ട്. അയാൾ പറയുന്നൊക്കെ അങ്ങനെ കിട്ടും. എന്താ കാരണം എന്ന് പറയുന്നത്? നിങ്ങൾ അതിലിടക്ക് ഒരു ചെറിയൊരു മുതലെടുപ്പ്. സിറാജുൽ ഹുദന്റെ സമ്മേളനം ഉണ്ട് വരുന്ന 2010 ജനുവരി 29, 30, 31. നിങ്ങളെല്ലാവരും ഇപ്പൊ തന്നെ ക്ഷണിച്ച് വേറൊരു യോഗം കഴിക്കാനാവില്ല, പിന്നെ ഒരു കബർ പൊളിപ്പിക്കാനാവില്ല ഇത് പറയാൻ വേണ്ടി. അതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാവരെയും ക്ഷണിച്ച് സിറാജുൽ ഹുദന്റെ സമ്മേളനത്തിന്. എന്താ ഇപ്പൊ സിറാജുൽ ഹുദക്ക് ഒരു പ്രത്യേകത ഞാൻ വായിച്ചു തരാം. ഇത് കുറ്റ്യാടിയുടെ ഓർമ്മകൾ തന്നെ ബുക്കുണ്ട്, ഓർമ്മകളിലെ കുറ്റ്യാടി തന്നെ വേറെ ബുക്കുണ്ട്. ഒരാളെ ഇറക്കിയതാ. ഇതിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് മൊയ്ദ് മൗലവി കുറ്റ്യാടിയെ സംബന്ധിച്ച് എഴുതി രേഖപ്പെടുന്നുണ്ട്. 1980 ജമാഅത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ കുറ്റ്യാടി വാർഷികം നടന്നു. ഷെയ്ഖ് അബ്ദുള്ള സാഹിബ് തമിഴ്നാടായിരുന്നു ആ യോഗത്തിലെ മുഖ്യാതിഥി. സ്വതസിദ്ധമായ ശൈലിയുടെ ഉടമയായ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് കുറ്റ്യാടിയെ പിടിച്ചു കുലുക്കിയത്. അങ്ങനെയാ കുറ്റ്യാടി പോയത്. ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനാർത്ഥം ദിവസങ്ങളോളം ഹാജി സാഹിബ് കുറ്റ്യാടിയിൽ ക്യാമ്പ് ചെയ്തു വരികയായിരുന്നു. ഇതിനിടയിലാണ് അബ്ദുള്ള കുട്ടി മൗലവിയുടെ സംഭവത്തോടുകൂടി ജനാബ് കൈതക്കമണ്ണിൽ സൂഫി സാഹിബ് എന്ന് പറഞ്ഞ് കുറെ ആളെ പേര് പറയുന്നുണ്ട് തുടങ്ങിയവർ ഹാജി സാഹിബിനെ സമീപിച്ച് കുറ്റ്യാടിയിലെ ഖുതുബ പരിഷ്കരണത്തെ സംബന്ധിച്ച് സംസാരിച്ചത്. തീവ്രവാദികളാണല്ലോ. അപ്പൊ എന്താ ഉണ്ടായെന്ന് കേട്ടോളി. നിങ്ങളതിന് സന്നദ്ധരാണോ എങ്കിൽ അതിനൊരുങ്ങിക്കൊള്ളുക. അകപ്പള്ളി നിറയെ കാലേ കൂട്ടി അനുകൂലികളെ ഇരുത്തിയാൽ നന്ന്, സംഗതി ഞാൻ നിർവഹിച്ചു കൊള്ളാം. ഇതായിരുന്നു ഹാജി സാഹിബിന്റെ പ്രതികരണം. നമ്മളെ പള്ളി പിടിച്ചെടുത്ത സംഭവം പറയാം. ജുമാക്ക് സമയമായി, പള്ളി ജനനിബിഡമായി. നേർച്ച കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ നീളക്കുപ്പായം ധരിച്ച് തലേക്കെട്ടണിഞ്ഞ് തൈൽസാൻ പൊതച്ച് മിമ്പറിൽ കയറാനുള്ള ഒരുക്കത്തിൽ പടിഞ്ഞാറേ ചെരുവിൽ സമയം കാത്തിരിക്കുകയാണ്. ഖത്തീബ് അപ്പുറത്ത് നീളക്കുപ്പായിട്ട് കാത്തിക്കുക. അയാൾ സുന്യാന്ന് പറഞ്ഞ അയാളെ പേര് തന്നെ നേർച്ച കുഞ്ഞബ്ദുള്ള മുസ്ലിയാരുന്നാ. മൊയ്തീൻ മുസ്ലിയാർ മൂലയിൽ വെച്ച വാള് കയ്യിലെടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞടി മുമ്പോട്ട് വെച്ച് വാള് തലപ്പ് നിലത്തുകുത്തി 2 കൈയും വാൾപ്പിടിയിൽ ഒന്നിനു മേലെ ഒന്നായി വെച്ച് ഒന്ന് നിവർന്ന് നിന്ന് മാസല വിളിക്കാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഹാജി സാഹിബ് മിമ്പറിന്റെ 3-ാം പടിയിൽ കയറി കിഴക്കോട്ട് തിരിഞ്ഞ് മിമ്പറിന്റെ മുകളിലെ പടിയിൽ ഉപവിഷ്ടനായി കഴിഞ്ഞിരുന്നു. ഖതീബ് അപ്പുറം നിൽക്കുകയാണ്. അപ്പൊ ആചാരം ചെയ്തു, മിമ്പർ മക്കറിന് പൂച്ചരിക്കും പോലെ അവിടെ ഇരുന്ന് മുക്കറിക്ക വാള് പിടിച്ചിട്ടേ ഉള്ളൂ. മൊയ്തീൻ മുസ്ലിയാർ ഒന്ന് ഞെട്ടി. മൊയ്തീൻ മുസ്ലിയാർ ഞെട്ടാതിരിക്കുമോ? ഒരു റബ്ബർ ടേപ്പ് ചെയ്യുന്ന തൊഴിലാളിനോട് ചോദിക്കാണ്ട് വേറെത്തൊന്ന് ടേപ്പ് ചെയ്യാൻ വന്നാൽ, ഒരു ചുമട്ട് തൊഴിലാളിനോട് പറയാണ്ട് ചുമടെടുക്കാൻ ചെന്നാൽ, നിങ്ങളൊന്ന് ആലോചിച്ചു. ഇത് പള്ളിയിലെ ഖതീബ് അപ്പുറം നിൽക്കുകയാണ് തലേക്കെട്ടും കെട്ടിയിട്ട്. അപ്പോഴാ ഹാജിയാർ മുമ്പർ മക്കരുന്നു. ഖതീബ് അപ്പുറം നിൽക്കുന്ന പിന്നെ അയാളോട് കഴിഞ്ഞ ഒരു മര്യാദ ഇല്ലേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൂടെ അടുത്ത ആഴ്ച നിങ്ങൾ വരണ്ടാന്ന്? ഇത് തീവ്രവാദല്ലേ, ഭീകരവാദല്ലേ, പള്ളി പിടിച്ചെടുക്കാൻ. മൊയ്തീൻ മുസ്ലിയാർ ഒന്ന് ഞെട്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ ബാങ്ക് കൊടുക്ക് എന്നൊരു കൽപ്പനയായിരുന്നു കേട്ടത്. ഓ, ഭീകരവാദികളുടെ കൽപ്പനയാണ്. സദസ് നിശബ്ദം. മുസ്ലിയാര് കുഴപ്പത്തിലാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ എഴുന്നേറ്റ് മുസ്ലിയാരെ പിടിച്ച് പടിഞ്ഞാറോട്ട് തിരിച്ചു നിർത്തി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. തുടർന്ന് കുറ്റ്യാടിയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്വതന്ത്ര മലയാള ഖുതുബ നടന്നു.
അറബിയിൽ നൂറ്റാണ്ടുകൾ ഖുതുബ ഓതി വന്ന പള്ളി, കുറ്റ്യാടിയിലെ പ്രശസ്തമായ പള്ളി, വലിയ ഒരു സയ്യിദിന്റെ മഖ്ബറ അവിടെയുണ്ട് അതിന്റെ സമീപത്ത്. അവിടെ ആഴ്ചയിൽ നേർച്ച വരുന്ന സ്ഥലമാണ്. ആ പള്ളിയും മഖ്ബറയും ഈ പുത്തൻവാദികൾ പിടിച്ചെടുത്ത സംഭവം അവരുടെ നേതാവായ മൊയ്ദ് മൗലവി കുറ്റ്യാടിയുടെ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ എഴുതിയതാ ഞാൻ നോക്കി വായിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ കേട്ടോളൂ. മആസറ വിളിക്കും അറബി ഖുതുബക്കും ജനഹൃദയങ്ങളിൽ പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി. ഖുതുബയും ജുമയും പരിഷ്കരിക്കണമെന്ന മനസ്ഥിതി വളർന്നു വന്നു. പുതിയ രൂപത്തിൽ ഖുതുബ നടത്തുവാൻ യോഗ്യരായ വല്ലവരും നാട്ടിൽ വന്നു വിട്ടാൽ അവരെ ഉപയോഗപ്പെടുത്തി തുടങ്ങി. ക്രമേണ ജനാബി എ കെ അബ്ദുൽ ഖാദിർ മൗലവി ഇപ്പോൾ അവർ സ്ഥിരം ഖതീബായി നിയമിക്കപ്പെടുകയും പഴയ സമ്പ്രദായങ്ങൾ പാടെ നിർത്തലാക്കുകയും ചെയ്തു. തുടർന്ന് പാലേരിയും മടുക്കത്തും ജുമ പരിഷ്കരിച്ചു. അങ്ങനെ പോയിട്ട് പറയാണ്, ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ പറയാണ്, അതാ ജുമാ പരിഷ്കരണത്തിനു ശേഷം കുറ്റ്യാടിയിലെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ അങ്ങാടിയിൽ നിന്ന് പള്ളിയിലേക്ക് നീങ്ങി. 1964 പള്ളിയുടെ റിപ്പയർ നടന്നുകൊണ്ടിരിക്കെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഔലിയായുടെ മഖാം എന്ന് വിളിക്കപ്പെടുന്ന അസാധാരണ നീളമുള്ള ഖബർ ചില ചെറുപ്പക്കാര് ചേർന്ന് പൊളിച്ചു നീക്കി. അവിടെയുള്ള വലിയ ഖബർ ഈ പുത്തൻവാദികൾ ചേർന്ന് പൊളിച്ചു നീക്കി. സഹോദരന്മാരെ, ഈ വിവരം സുന്നി ലോകം അറിഞ്ഞില്ല. കാരണം അന്ന് നമുക്ക് സിറാജ് ദിനപത്രമില്ല, അന്ന് നമുക്ക് സുന്നി വോയിസ് ഇല്ല, അന്ന് നമുക്ക് റിസാല ഇല്ല, അന്ന് SSFന്റെ പ്രവർത്തനം സജീവമല്ല, അന്ന് SYSന്റെ പ്രവർത്തനം സജീവമല്ല. ഇവിടെ അന്ന് ഇടതുപക്ഷവും ഉണ്ട്, വലതുപക്ഷവും ഉണ്ടാകാം, ഇവിടെ പാർട്ടികൾ പലതും ഉണ്ടാകാം. പക്ഷേ നമ്മുടെ സംഘടനക്ക് അതാ സ്വതന്ത്രമായി നിൽക്കുന്ന നമ്മുടെ സംഘടനക്ക് അന്ന് പത്രമില്ല, അന്ന് നമ്മുടെ സംഘടനക്ക് ഇത്രയും വിശാലതയില്ല, നമ്മുടെ സംഘടനയുടെ പ്രവർത്തനമില്ല. അന്ന് നമ്മുടെ ഖബർ മഖ്ബറ പൊളിച്ചു, പള്ളി പിടിച്ചെടുത്തു ഈ ഭീകരവാദികൾ. ചോദിക്കാൻ ഒരാളുണ്ടായില്ല, ജനങ്ങൾ അറിയാൻ പത്രമുണ്ടായില്ല. ഇവിടെയാണ് മുസ്ലിം ചെറുപ്പക്കാരെ, സുന്നി രക്തം ശരീരത്തിലുള്ള മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഏത് പാർട്ടിക്കാരൻ എന്നത് എനിക്കിവിടെ വിഷയമല്ല. സുന്നത്ത് ജമാഅത്തുകാരനാണോ നിങ്ങൾ ചിന്തിക്കണം. അവിടെയാണ് SSFന്റെ പ്രസക്തി, അവിടെയാണ് SYSന്റെ പ്രസക്തി. നമുക്ക് നമ്മളെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടന ശക്തിപ്പെട്ടതിനാൽ ഇപ്പോൾ അങ്ങനെ പൊളിക്കാൻ വന്നാൽ അതാ ജയിലിൽ കിടക്കേണ്ടി വരും, അതേ ജയിലിൽ കിടക്കേണ്ടി വരും. അന്നത്തെ കാലം അങ്ങനെയല്ല. അത്രയും വലിയ ഭീകരതയിലൂടെ സുന്നികളുടെ നൂറ്റാണ്ടുകൾ അവർ നിസ്കരിച്ച പള്ളിയും അവർ നൂറ്റാണ്ടുകൾ സിയാറത്ത് ചെയ്ത മഖ്ബറയും പൊളിച്ചു നീക്കിയ പ്രദേശമാണ് കുറ്റ്യാടി. അവിടെ അൽഹംദുലില്ലാഹ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, മർക്കസിൽ നിറങ്ങിയപ്പോ എന്നോട് പറഞ്ഞു, നീ കുറ്റ്യാടിയിൽ പോകണം, ആ പ്രദേശം മാറ്റിയെടുക്കണം, അതിന് നീ പ്രവർത്തിക്കണം. അവിടുന്ന് പറഞ്ഞു, മഹാനായ താജുൽ ഉലമ തങ്ങൾ പൊരുത്തം തന്നു, പുല്ലൂക്കർ ഉസ്താദിൽ നിന്ന് പൊരുത്തം കിട്ടി, ആലിമീങ്ങളെ പൊരുത്തം വാങ്ങി, അൽഹംദുലില്ലാഹ് സയ്യിദന്മാരെ പൊരുത്തം വാങ്ങി, അവിടെ പ്രവർത്തിച്ചു. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 50 പള്ളി നിർമ്മിച്ചു, 25 മദ്രസ സ്ഥാപിച്ചു. അതേ സ്ഥാപനത്തിന്റെ കീഴിൽ അൽഹംദുലില്ലാഹ് ശരീഅത്ത് കോളേജ് ഒരു ഭാഗത്ത്, അതിന്റെ മറുഭാഗത്ത് അതാ ദഅവാ കോളേജ് ഒരു ഭാഗത്ത്, അതിന്റെ മറുഭാഗത്ത് ഖുർആൻ മനപ്പാഠമാക്കുന്ന കോളേജ് ഒരു ഭാഗത്ത്, അതിന്റെ ഇപ്പുറത്ത് ഉറുദുക്കാരായ പാവപ്പെട്ട കുട്ടികൾക്ക് ഉറുദു കോളേജ് ഒരു ഭാഗത്ത്. അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അതിന്റെ പരിസരങ്ങളിലും അവിടെയുമായി സ്ഥാപിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിച്ചു. ഇപ്പോൾ അതാ കോളേജ് പാസ്സായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ, SSFന്റെ മക്കൾ, SYSന്റെ പ്രവർത്തകർ, അവരുടെ വിയർപ്പ് തുള്ളികളാണ്. നമ്മുടെ നിലമ്പൂരിലെ മജ്മഈ, കുറ്റ്യാടിയിലെ സിറാജുൽ ഹുദ, അതുപോലെ നമ്മുടെ വെട്ടിച്ചിറയിലെ മജ്മഈ, അതിന്റെ വാർഷിക സമ്മേളനം വരുന്നുണ്ട് ഫെബ്രുവരിയിൽ. നാളെ കുണ്ടോട്ടിയിൽ ബുഖാരിയുടെ സമ്മേളനമുണ്ട്. അതുപോലെ മർക്കസ് സഖാഫത്ത് സുന്നിയ, ജാമിഅ സഅദിയ, ഈ അടുത്ത് നമ്മൾ സമ്മേളനം
അവസാനം കഴിഞ്ഞ മൈദീൻ, അതിന്റെ അപ്പുറത്ത് അതാ മഖർ, അതിന്റെ അപ്പുറത്ത് മുഹിമ്മാത്ത്, ഇങ്ങോട്ട് ദാറുൽ ഇർസാദ്, അതിന്റെ ഇപ്പുറത്ത് അതാ കർണാടകയിൽ വേറെ സ്ഥാപനം, ഇങ്ങോട്ട് പോയാൽ അശ്അരിയ, അതുപോലെ മഅദിൻ, മംബൽ, അങ്ങനെ തുടങ്ങി ഖാദിസിയ, അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ എണ്ണി പറയുന്നില്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത സ്ഥാപനങ്ങൾ. പാവപ്പെട്ട പ്രവർത്തകന്മാരുടെ വിയർപ്പ് തുള്ളികളാണ്. വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിച്ചപ്പോ നമുക്ക് പ്രമാണിമാരുടെ പിൻബലമല്ല, ഈമാനുള്ളവരുടെ പിൻബലമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ, ഔലിയാക്കളുടെ മഖ്ബറകൾ പൊളിക്കാതിരിക്കാൻ, അമ്പിയാക്കൾക്കെതിരെ നീങ്ങാതിരിക്കാൻ, റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്താതിരിക്കാൻ നമ്മുടെ സംഘടനകൾ ശക്തിപ്പെടുത്തോളം ഇത് നിങ്ങളോട് സാന്ദർഭികമായി ഉണർത്തുന്നു. ഇടയ്ക്ക് നിങ്ങളെ സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൽ മറന്നു പോകണ്ട. 2010 ജനുവരി 29, 30, 31 എല്ലാവരെയും ക്ഷണിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മൗലവിമാര് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ കൊണ്ട് ഇവർ പറയുന്നത് കേട്ടോളി. സയ്യിദ് മുഹമ്മദ് ശിഹാബ് കൊണ്ട് മാത്രമല്ല, അമുസ്ലിങ്ങളെ നേതാക്കന്മാരെ കൊണ്ടും പറയുന്നുണ്ട്. കൂട്ടത്തിൽ തങ്ങളും കൂടി കൂട്ടിയതാ. അതെന്ന് വെച്ചു കൊടുത്താ മോനെ, ഇവരേതാ സാധനം ജനങ്ങൾക്ക് അറിയണ്ടേ? വിശ്വാസത്തിന്റെ പേരിൽ ഭക്തന്മാരടുത്തുകൂടുമ്പോൾ ചൂഷണം ചെയ്യുകയാണ്. ചൂഷണ മനസ്ഥിതി, അടിമത്തം ഉണ്ടാക്കുന്ന മനസ്ഥിതി, ഉടമത്ത മനസ്ഥിതി ആർക്കൊക്കെ വരുന്നറിയാമോ? ഈ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ കത്തിത്തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് നിത്യ ഗുരു, നിത്യ ചൈതന്യയതി. പേര് നോക്കണേ, മാതാപിതാക്കളിട്ട പേരല്ല, രാജ്യം സമ്മാനിച്ച പേരല്ല, ശ്രീ ശ്രീ കാമകോടി മഠാധിപർ അല്ലേ? ശ്രീ 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 18 ശ്രീ ആചാര്യ രവിശങ്കർ, ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മനസ്സിലായോ? പേരുകൾ കൊണ്ട് വലുതാവുക. ആര്? ജനങ്ങൾ വലുതാക്കുകയാണ്, മറ്റുള്ളവർ വലുതാക്കുകയാണ്. എന്താ ആവശ്യം? കണ്ടോ നിങ്ങൾ? എന്തിന് ഈ മുസ്ലിം സഹോദരന്മാരുടെ നേതാക്കളെ ഒക്കെ വലിച്ചിട്ട് ചർച്ചക്കിടണം? എന്തിന് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഈ നിലക്ക് നിസ്സാരപ്പെടുത്തി സംസാരിക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കലല്ലാതെ ഈ കക്ഷികൾക്ക് എന്താണ് ഇവിടെ ഉദ്ദേശം? എന്തിന് അമുസ്ലിം സഹോദരന്മാർ ആരാധിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്ന നേതാക്കളെയൊക്കെ എന്തിനു പരിഹസിക്കണം? ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാര്, ശിഹാബ് തങ്ങളും തങ്ങളല്ല, ഖലീൽ തങ്ങളും തങ്ങളല്ല. ആരാവിന്റെ തങ്ങള്? അശോക സിംഗാളും LK അഡ്വാനിയും തങ്ങളാണ്. ആ മൗലവി പറയാണ്, കേട്ടോളി, ഈ മൗലവിമാരെ പരിചയപ്പെടണം മുസ്ലിം സമുദായം. ഒന്ന് വെച്ചു കൊടുത്തവനെ. തങ്ങളെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ, അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. ഇനി ആരാധകന്മാരിൽ വെച്ചു കൊടുത്ത ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും വിനയക്കത്തിയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്. എല്ലാരും തങ്ങന്മാരാണ്. എല്ലാരും തങ്ങളുടെ മക്കളാണ്. മനസ്സിലായില്ലേ? അപ്പൊ അദ്വാനിയും അശോക സിംഗാളൊക്കെ തങ്ങള്, പാണക്കാട് തങ്ങളും ഖലീൽ തങ്ങളും തങ്ങളല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ നമ്പൂരിയാണ് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കൂലേ? അല്ലേ? ഹിന്ദു സമുദായത്തിൽ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കക്ഷികളാണ് നമ്പൂതിരിമാര്. നമ്മളെ പറ്റി നമ്പൂതിരിയാണ് നമുക്ക് ദേഷ്യം പിടിക്കൂലേ? ഇതുപോലെ അദ്വാനി തങ്ങളെ തന്നെ അദ്വാനിക്ക് ദേഷ്യം പിടിക്കൂലേ? അശോക സിംഗാള് തങ്ങളെ തന്നെ അവർക്ക് ദേഷ്യം പിടിക്കൂലേ? എന്തിനാണ് ഈ മറ്റു സമുദായത്തെ പ്രകോപിപ്പിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു. വേറെ സമുദായത്തെ എന്തിനീ മൗലവിമാര് പ്രകോപിപ്പിക്കണം? എന്റെ ഖലീൽ തങ്ങൾ തങ്ങളല്ല, അതുപോലെ പാണക്കാട് തങ്ങൾ തങ്ങളല്ല. ഫത്വ. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? 2 ക്ലിപ്പും കൂടി കേൾക്കണം. എന്നിട്ട് ഈ സാധനം നിർത്തി തരാം. എന്താണെന്നറിയോ? ഈ മൗലവി ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നു. ഖലീൽ തങ്ങളെ പിടിച്ച് കെട്ടിയിട്ട്, ചങ്ങലക്കിട്ട് കെട്ടിയിട്ട്, പിന്നെ എന്ത് വേണോ? ഖലീൽ തങ്ങൾക്ക് കുടിക്കാനുള്ള ഭക്ഷണവും കാര്യമൊക്കെ അവിടെ കൊണ്ടു കൊടുത്തിട്ട് കുളിപ്പിക്കണോ? മൗലവി പ്രസംഗിക്കാൻ. നാട്ടിൽ കുഴപ്പമുണ്ടാക്കലല്ലാതെ എന്താ ഇവരെ ലക്ഷ്യം? നിങ്ങൾ ആലോചിച്ചോ. ഇത് പ്രസംഗിക്കാൻ എന്താ ഖലീൽ തങ്ങൾ ചെയ്ത് തെറ്റുന്നത്? നിങ്ങൾ സലാത്ത് നഗർന്ന് ഈ അഗതികള്, ബധിരര്, അന്ധര്, മൂകര്, വികലാംഗര്, ഇങ്ങനത്തെ കുട്ടികൾക്ക് പിരിവെടുത്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതുപോലെ ദീനീ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നു. അതിന്റെ പേരിൽ
പിരിവെടുത്ത വകയിൽ തങ്ങളെ ചങ്ങലക്ക് പിടിച്ച് കെട്ടിയിട്ട് വെള്ളവും ഭക്ഷണവും കൊണ്ട കൊടുക്കണമെന്ന് മൗലവി പ്രസംഗിക്കുന്നു. എന്നിട്ട് മൗലവി എന്താകുന്നതെന്ന് കേട്ടാൽ എന്റെ തീർത്തും എന്റെ രസം മനസ്സിലായാലും ഒന്ന് ആദ്യം അതങ്ങ് കേട്ടോളി. ഇവർ നിങ്ങളോട് ഒന്നും വാങ്ങുന്നില്ലല്ലോ, ഇവർ നിങ്ങളോട് പ്രതിഫലം വാങ്ങുന്നില്ലല്ലോ. നിങ്ങൾക്കറിയുമോ മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് ലോറി കയറ്റി കൊണ്ടുപോയത്. ചാക്കിൽ കെട്ടിയിട്ട് അവിടെ വരുന്ന 2-3 ലക്ഷം ജനങ്ങളോട് പറയാ ആ നിന്ന അത്രയും അടിക്കുള്ള പൈസ. അപ്പോ എറണാകുളത്ത് MG റോഡിൽ 60 ലക്ഷം രൂപ അവിടുത്തെ ഒരു സെന്റിന്. അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരൻ ആ നിന്ന സ്ഥലത്ത് എറണാകുളത്തിന്റെ വില എടുക്കണ എത്ര ഉണ്ടാവും? സത്യത്തിൽ സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക, നല്ല ഡ്രസ്സ് അവിടുന്ന് കുളിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കരുത്. എന്നാൽ ഒരുപാട് ആൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും നരകത്തിലെത്തൂ. ബഹുഭൂരിപക്ഷം നരകത്തിൽ പോയി പോകും. അപ്പോ തങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നപ്പോ തങ്ങൾ ചെയ്ത തെറ്റ് ക്യാഷ് കൗണ്ടർ തുറന്നിട്ടാവും. തങ്ങൾ പോയി ചോദിച്ചിട്ടില്ല, ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ട് കൊടുത്തു പറഞ്ഞത്. 62, 32, 12 അതെല്ലാം വേറെ വിഷയം. അങ്ങനെ ലോറി കയറി തന്നെ 1000ന്റെ 10,000ന്റെ നോട്ട് കൊണ്ടുപോയി വെക്കുക. ഞമ്മക്കൊരു വിരോധമില്ല. അത് നല്ല കാര്യത്തിന് ചെലവഴിക്കാനാണല്ലോ, അത് നല്ല കാര്യത്തിന് ചെലവഴിക്കാനാണല്ലോ. എന്നാൽ ഇതേ പ്രസംഗത്തിൽ അതേ സദസ്സെന്ന് മൗലവി പിരിവെടുക്കുന്നത് കേട്ടോളി. അതേ പ്രസംഗത്തിൽ മൗലവി പിരിവെടുക്കുന്നത് പെണ്ണുങ്ങളോട് പറഞ്ഞ് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. അരഞ്ഞാണം, മോതിരം, പിന്നെ വള ഒക്കെ അയച്ചിട്ട് കൊടുക്കണം. 5 പവന് 10 പവനൊക്കെ അയച്ചിട്ട് കൊടുക്കണം. 1 പവന് 2 പവന് 5 പവനൊക്കെ പെണ്ണുങ്ങൾ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ ബക്കറ്റ് ഇങ്ങോട്ട് കൊടുത്തയച്ചാൽ 10 റുപ്യ കിട്ടുക. മൗലവി പറയുന്നത് പവന് കൊടുക്കണതാ. അതൊന്നും ആദ്യം കേൾക്കി, എന്നിട്ട് ഞാൻ ബാക്കിയും കൂടി പറഞ്ഞുതരാം എന്ന് വെച്ചെടുത്തവനെ. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ട് അവിടെ ഇടുക. 1 പവൻ 2 പവൻ 5 പവൻ. ഇത് വെറുതെ പറയല്ല, സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്നിട്ട് അത് കേട്ടല്ലോ. അപ്പോ അവര് 5 പവൻ അടക്കം ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം പെണ്ണുങ്ങളും. എന്താണ്? സ്വർഗം വേണമോ സ്വർണം വേണമോ എന്നാലോചിക്കുക. മൗലവിന്റെ കയ്യിൽ സ്വർഗം പിടിച്ചിരിക്കുക. അതിന് വേണമെങ്കിൽ ലേലം പിടിക്കാവോ സ്വർഗം. എന്നാ ഇതുകൊണ്ട് തീർന്നോ? ഇതേ മൗലവി അതേ പ്രസംഗത്തിന് ശേഷം പറയുന്നത് വലിയ സംഖ്യ ഉണ്ടെങ്കിൽ എന്റെ അഡ്രസ് വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തരണം. അതൊന്നും കേട്ടോളി. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് 5 പവനൊന്നും വലുതല്ല കേട്ടോ. വലിയ സംഖ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവര് ഞാനുമായി ബന്ധപ്പെട്ട് അഡ്രസ് വാങ്ങിയിട്ട് അയച്ചു തരണമെന്ന്. ഇപ്പോ തങ്ങളെ ചെയ്യേണ്ടത് നേരത്തെ മുമ്പ് പറഞ്ഞല്ലോ. മൗലവീനെ ഇനി എന്താ ചെയ്യേണ്ടത്? മൗലവീന ഒരു കയറുകൊണ്ട് പിടിച്ചു കെട്ടുക, എന്നിട്ട് പുല്ലും വെള്ളവും കൊണ്ട് കൊടുക്കുക. അല്ലേ? കയറുകൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് പുല്ലും വെള്ളം കൊണ്ട് കൊടുക്കുക മൗലവിക്ക്. ഈ എത്ര അതപ്പതിച്ചൊരു വിഭാഗം നിങ്ങൾ ആലോചിച്ചു നോക്കും. ലോകത്തുള്ള എല്ലാ സയ്യിദന്മാരെയും എല്ലാ ആലിമീങ്ങളെയും എല്ലാ ഔലിയാക്കളെയും സർവ്വജനങ്ങളെയും നിസ്സാരപ്പെടുത്താനും ഇവിടെ അനുയായികൾക്ക് അതാ തങ്ങന്മാരെ പിടിച്ചു കെട്ടണം, അതുപോലെ മഖ്ബറ പൊളിക്കണം, അതുപോലെ തന്നെ വെട്ടിക്കളയണം, കൊന്നുകളയണം എന്ന് പറയുന്ന ഈ രാജ്യത്ത് തൊട്ടടുത്ത് പോലും കൊണ്ടുവരാൻ പറ്റാത്ത ഈ രാജ്യത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങൾക്ക് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ഭീകരതയും തീവ്രതയുമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. ഈ കാര്യങ്ങളൊക്കെ ഈ മലയോര പ്രദേശങ്ങളിലുള്ള നിങ്ങളും അറിയണമല്ലോ. ഇനിയും 1000 കാര്യം പറയാനുണ്ട്. ഞാൻ അവിടെ നിർത്തുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറ
ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഇത് തമാശ പറയാനുള്ള വിഷയമല്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം. അതാണ് ഏറ്റവും വലിയ വിഷയം. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ ഭരണവും സ്വപ്നത്തിന്റെ വ്യാഖ്യാനമടക്കമുള്ള ഇൽമും മുഴുവനും കിട്ടിയപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചത് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണം അല്ലാ, സജ്ജനങ്ങളെ കൂടെ ചേർക്കണം അല്ലാ. അതാണ് ഏറ്റവും വലിയ വിജയം, അതാണ് ഏറ്റവും വലിയ മഹത്വം, അതാണ് ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി, ഖാജാ മുഈനുദ്ദീൻ അൽ അജ്മീരി, ഇമാം നവവി, ഇമാം റാഫി, ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തുടങ്ങിയ ഇമാമിങ്ങളില്ലേ, സഹാബത്തില്ലേ, അവർക്ക് മുഴുവനും മാതൃക പഠിപ്പിച്ച ലോകത്തിന്റെ മുഴുവൻ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലേ, ആ നബി തങ്ങൾ മുതൽ കിന്നേ വരെ കഴിഞ്ഞുപോയ സത്യസന്ധരായ ഇമാമുകളെയും അലിമീങ്ങളെയും പിന്തുടർന്ന് ജീവിച്ച് സ്വർഗത്തിലെത്തണേ മുസ്ലിമീങ്ങളെ. ഇത് തമാശ പറയാനുള്ള വിഷയമല്ല. മരിക്കുന്ന സമയത്ത് കൈകടിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, പിഴച്ചുപോയവര് കൈകടിക്കുന്ന സമയമുണ്ട്. ആ കൈകടിക്കുന്നതിന് മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പെട്ടുപോയ സാധാരണക്കാരാ, നീ അറിയാതെ പെട്ടുപോയതാണ്. ഒരു പക്ഷേ നിന്റെ ബാപ്പയോ ഉമ്മയോ കുറച്ചങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിൽ പെട്ടവരുമുണ്ടാകാം. അറിയാതെ അബദ്ധത്തിൽപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നീ സുന്നത്ത് ജമാഅത്തിലേക്ക് വരൂ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കൂ, അത് വിശ്വസിച്ചുകൊണ്ട് ഈമാനോടെ ജീവിച്ച് മരിക്കൂ. ഇത് പറയലാണ് ലക്ഷ്യം. അന്ധവിശ്വാസമാണ് മഖബറകളൊന്നും ഖബറിന് മഹത്വമുണ്ടെന്ന് വിശ്വസിക്കലെന്നും മനോരമയിൽ പിടിക്കപ്പെട്ട പ്രതികൾ പറഞ്ഞപ്പോ ആ ഒരാശയം ഇവിടെ നിലനിൽക്കാൻ പാടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് എന്നിട്ട് അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറിലുള്ളവരെ വിളിക്കുകയാണ്. മൗലൈമാര് പറയും പോലെ ഖബറിലുള്ളവരെ വിളിച്ചുകൂടാ എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. സത്യവിശ്വാസം ഖബറിലുള്ളവരെ വിളിക്കലാണ്. റസൂലുള്ള വിളിക്കുന്ന യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ അസ്സലാമു അലൈക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്യുന്നു, നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഒരു കാര്യം കിട്ടാൻ വേണ്ടി, നമുക്ക് ദുനിയാവിൽ സുഖം കിട്ടാൻ വേണ്ടി, ആഖിറത്തിൽ സുഖം കിട്ടാൻ വേണ്ടി, മുറാദ് ഹാസിലാകാൻ വേണ്ടി മഖ്ബറയിലേക്ക് ഖബറിന്റെ സമീപത്ത് പോയാൽ അന്ധവിശ്വാസം എന്നല്ലേ മുജാഹിദ് മതം, ജമാഅത്ത് മതം. എന്നാൽ ഇസ്ലാം മതം എന്താണ്? അത് റസൂലുള്ള പഠിപ്പിക്കുന്നു. ഖബറിന്റെ സമീപത്ത് എന്ന് ഖബറാളിയെ വിളിക്കുന്നു, യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ നിങ്ങൾക്ക് സമാധാനത്തിന്റെ സന്ദേശമുണ്ട്. ഇതും പറഞ്ഞിട്ട് ഖബറിന്റെ സമീപത്ത് നിന്ന് റസൂലുള്ള അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, നമ്മൾക്കും നിങ്ങൾക്കും അല്ലാഹു സൗഖ്യം നൽകട്ടെ. ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂല് ഖബറിന്റെ സമീപത്ത് പോയി പ്രാർത്ഥിച്ചത് എന്തിനാണ്? മഹാന്മാരെ ഖബറിങ്കലുള്ള ദുആക്ക് ഉത്തരമുണ്ട്. അത് റസൂലുള്ളാഹിക്കറിയാം. ഖബറിലുള്ളവരെ വിളിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലാ പഠിപ്പിച്ചത്, ഖബറിങ്കൽ ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂലാ പഠിപ്പിച്ചത്. അത് അതാ. ചോദിക്കട്ടെ, ഇബ്നു തൈമിയ്യ തന്നെ ഉദ്ധരിച്ചിട്ടില്ലേ? അത് അതാ സിഹാഉ സിത്തയിലുള്ള ഹദീസല്ലേ, സഹീഹായ ഹദീസല്ലേ? അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. അവിടെയും വിളിക്കുന്നത് മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായ ഖബറാളികളെ അസ്സലാമു അലൈക്കും. റസൂലുള്ള ഖബറിൽ
ഖബറിലുള്ളവരെ വിളിച്ച് പഠിപ്പിക്കുന്നു. വിളിക്കാൻ വേണ്ടി ആയിഷ ബീവിയോട് പറയുന്നു, വിളിച്ച് സമുദായത്തെ പഠിപ്പിക്കുന്നു. അവിടെ ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ ദുആ, യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, ഞമ്മക്കും അല്ലാഹു പൊറുക്കട്ടെ നിങ്ങൾക്കും പൊറുക്കട്ടെ. അപ്പൊ ഖബറിന്റെ സമീപത്ത് പോകണം, അവിടുന്ന് നമുക്ക് വേണ്ടിയും ദുആ ചെയ്യണം, ഖബറാളിക്ക് വേണ്ടിയും ദുആ ചെയ്യണം. അത് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് മൗലവിമാർക്കറിയാം. അതുകൊണ്ട് ആ മൗലവിമാര് പറഞ്ഞത് മുഹമ്മദ് നബി വഹാബി അല്ല, മുഹമ്മദ് നബി സുന്നിയാണ്. അതേ റസൂലുള്ളാഹിയല്ലേ ഖബറിലുള്ളവരെ വിളിക്കാൻ പഠിപ്പിച്ചത്. ഖബറിലുള്ളവർക്കതാ അവരുടെ അടുക്കൽ പോയി ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് അത് അല്ലാഹുവിന്റെ റസൂലല്ലേ. അതുകൊണ്ട് റസൂലുള്ളാഹി വഹാബി അല്ല സുന്നിയാണെന്ന് മൗലവിമാര് തന്നെ പറഞ്ഞില്ലേ. മസ്ജിദുൽ ഖൈഫിൽ അംബിയാക്കളെ ഖബറുണ്ടെന്ന് പറഞ്ഞത് റസൂലുള്ളാഹിയല്ലേ. ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ പിന്തുടർന്ന് സ്വർഗത്തിലെത്താൻ ചിന്തിക്കുന്ന മുസ്ലിമേ, നീ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നു. അല്ലാഹ് കൽപ്പിച്ചത് ജീവിതത്തിൽ എടുത്തു. 5 നേരം കൃത്യമായി നിസ്കരിച്ചു, സക്കാത്ത് കഴിവുണ്ടെങ്കിൽ കൊടുത്തു, നോമ്പെടുത്തു, ഹജ്ജ് ചെയ്തു. ചെറുപ്പക്കാരെ കള്ളുകുടിയന്മാരാകല്ല കേട്ടോ, വ്യഭിചാരികളാകല്ല കേട്ടോ, സിനിമാ പ്രേമികളാകല്ല കേട്ടോ, അന്യ പെണ്ണിനെ ഫോൺ ചെയ്തിട്ട് സംസാരിക്കല്ല കേട്ടോ, ഹറാബിലൊന്നും ചാടിപ്പോകല്ല കേട്ടോ. രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന രാജാവ് അവന്റെ വെള്ളം കുടിച്ചവന്റെ ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോ അവൻ കൽപ്പിച്ചതെടുത്തവൻ വിരോധിച്ചതൊഴിച്ച് ആരെയും തെറ്റിദ്ധരിക്കാതെ, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിക്കാതെ, ആലിമീങ്ങളെ ആദരിച്ച് അതേ സയ്യിദന്മാരെ ബഹുമാനിച്ച്, അല്ലാഹ് ബഹുമാനിച്ചതിനെയൊക്കെയും ബഹുമാനിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി പരിശ്രമിച്ചോ, പ്രാർത്ഥിച്ചോ. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസുകൾ, ഞങ്ങളെ സ്ഥാപനങ്ങൾ, ഞങ്ങളെ സംഘടനകൾ നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനേ, ദുആക്ക് ഉത്തരവുള്ളതാക്കണം റഹ്മാനേ. ഇവിടെ നിന്റെ മഹാനായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഖബർ അവിടെ പൊളിക്കാൻ വേണ്ടി ഒരു വിഭാഗം ചെന്നപ്പോ ആ ചെയ്തത് ശരിയല്ലെന്ന് പറയാനും, അതേ ആ ചെയ്തതിനെ സംബന്ധിച്ചുള്ള മറ്റ് വിഷയങ്ങൾ പറയാനും ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും ഇവിടെ എത്തിച്ചേർന്നവർക്കും എല്ലാവർക്കും ഇതിന് സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും സഹകരിക്കുന്നവർക്കും എല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്.